ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസിയാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. കർത്താവ് നടത്തിയ വിധങ്ങളും കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങളും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം നമുക്ക് കേൾക്കാം. അതിനായി കർത്താവ് പ്രിയ ദാസിയെ ശക്തീകരിക്കട്ടെ. കർത്താവിൻ്റെ ദാസി ജോയ്സ് ടി വിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദേവദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ? അതെ, ദൈവ സന്തോഷം. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും പ്രിയദാസിയുടെ മേൽ ദൈവം പകർന്നാട്ട് കേൾക്കുന്ന ജനത്തിന് അത് അനുഗ്രഹമായി തീരുവാൻ, ആത്മീക വർധനമായി തീരുവാൻ, കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കി തീർന്നാട്ട് അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദമെടുത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസി, ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്കതിലേക്ക് പ്രവേശിക്കാം. ദൈവദാസി, അതിനു മുന്നേ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട് നമ്മുടെ കേൾവിക്കാരുടെ അറിവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജോയ്സ് സിസ്റ്റർ, ജോയ്സ് ടി വി. രണ്ടും ദൈവത്തിന്റെ യാദൃച്ഛ്യമായി എന്നിലേക്ക് കടന്നു വന്ന് എൻ്റെ ഒരു കൂട്ടുകാരി ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നിച്ചൊരു ദിവസം സ്നാനപ്പെട്ടു. അപ്പൊ ഞാൻ പറയാറുണ്ട്, ബിന്ദു എൻ്റെ ഞങ്ങൾ ഇരട്ട സഹോദരിമാരാണെന്ന്. സഹോദരിയിലൂടെ പരിചയപ്പെട്ടു. ആ പരിചയത്തിന്റെ ത്രൂയിൽ എന്നിലേക്കും ജോയ്സ് ടി വിയുടെ മാധ്യമം കടന്നു വന്നു. ദൈവം വലിയവൻ, വിശ്വസ്തൻ. ഞാൻ ഡൽഹിയിൽ താമസിക്കുന്നു. എൻ്റെ പേര് ദാസി പരിചയപ്പെടുത്തിയ പോലെ ലത. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്, പാസ്റ്റർ രഘുനാഥൻ പിള്ളை. ഞങ്ങൾ ഡൽഹിയിൽ നജഫഡ് എന്ന പ്രദേശത്ത് സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകൾ കരുണ, അവൾ MBA ചെയ്യുന്നു, ബാംഗ്ലൂരിലാണ്. മോന് ഗ്ലാഡ്സൺ, അവൻ ഡൽഹിയിൽ +2 ശേഷം എയർ ഹോസ്റ്റസ് അക്കാഡമി ഡിപ്ലോമ കോഴ്സിന് ശേഷം ഇപ്പോൾ ഈ നവംബർ വരെ കോഴ്സ് ഉണ്ടായിരുന്ന കഴിഞ്ഞ് BA പ്രോഗ്രാം ചെയ്യുന്നു. ഒപ്പം തന്നെ പപ്പയെ മിനിസ്ട്രിയിൽ സഹായിക്കുന്നു, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതൊക്കെ മകനാണ്. ചെറുപ്പം തൊട്ടേ അവന് അതിനുള്ള സ്കില്ല് ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുടുംബമായി ദൈവവേലയിൽ ഡൽഹിയിലായിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഡൽഹി ജനപുരിയിൽ ഞങ്ങൾ താമസിക്കുന്നു. ഞങ്ങൾക്ക് ആദ്യം ദൈവം ഒരു ഭവനമാണ് തന്നെ, അത് ജനപുരിയിലാണ്. അതുകൊണ്ട് വീട്ടിൽ താമസിക്കുന്നു. ചർച്ച് നജഫഡിലെ 22 കിലോമീറ്റർ ദൂരമാണ് ചർച്ച്. ഞങ്ങൾ പോയി വരികയാണ്. അതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഡൽഹിയുടെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ദേവദാസിക്ക് ഇനി കടന്നു പോകാം. ഓക്കെ, കർത്താവിന്റെ ദാസിയെ വെൽക്കം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ദൈവവചനം പറയുന്നു, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. ഇതാണ് എന്റെ സാക്ഷ്യം. സ്വന്തം ജാതിയാക്കി ദൈവം തീർത്തു. ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ ജനമാക്കി. ദൈവത്തിന്റെ ജനമായി. കരുണ ലഭിക്കാത്തവർ, ഇപ്പോൾ കരുണ ലഭിച്ചു. ദൈവത്തിന്റെ കരുണ ലഭിച്ച് ദൈവമക്കളാകുവാൻ, ദൈവത്തിന്റെ ഹാലയിൽ സ്വന്തം മക്കളായി തീരുവാനുള്ള ഒരു കൃപ, ഒരു അനുഗ്രഹം, ഒരു വലിയ വാഗ്ദത്തം നമ്മളിലേക്ക് ദൈവം തന്നു. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ മാതാപിതാക്കൾ വലിയ ഭക്തരായിരുന്നു. പക്ഷെ ഞാൻ അത്ര ഭക്തിയിലൊന്നും അല്ലായിരുന്നു. എനിക്ക് അതൊന്നും ഒട്ടും താല്പര്യം ഇല്ലാത്ത കാര്യം. ഞാൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ കണ്ട് വീട് ഒരുപാട് എൻ്റെ അമ്മയുടെ അമ്മ നാനി വളരെയേറെ അന്ധവിശ്വാസവും അന്ധകാരത്തിന്റെ വർക്കും ചെയ്യുന്ന ഒരു നാനിയായിരുന്നു. മരിച്ചുപോയ ഭൂതങ്ങള്
മരിച്ചുപോയ ആത്മാക്കളെ സേവിക്കുകയും അവർക്ക് പൂജ ചെയ്യുകയും അമ്പലങ്ങളിലൊക്കെ ഒരുപാട് പൂജ നടത്തുകയും എന്റെ അമ്മയും അതിൽ നിന്ന് കുറച്ച് ഭാഗം ഏറ്റെടുത്ത് കുറെ കണ്ടിന്യൂ ചെയ്ത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്കങ്ങ് ഭയങ്കര വെറുപ്പായിരുന്നു. അമ്പലത്തിൽ നിന്ന് ഇത് എഴുന്നള്ളത്ത് വീട്ടിൽ കൊണ്ടുവരികയും വീട്ടിൽ അതിന് ഒരുപാട് കൊടുക്കുകയും പറ നിറച്ച് അരിയും മലരും പൂവും ഒക്കെ കൊടുക്കുകയും കൂടെ പൈസ കൊടുക്കുകയും ഞാൻ അന്നെല്ലാം ഒത്തിരി പറയുമായിരുന്നു, ഇത് അവർക്കുള്ള വരുമാന മാർഗമാ, അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ, ഇത് അവർക്ക് ഇഷ്ടം പോലെ പണം കിട്ടാനുള്ള സോഴ്സ്, ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല. ഞാൻ അമ്മയോ അച്ഛനോടും ബാധിക്കുമായിരുന്നു, ആ വിഗ്രഹത്തെ മുറ്റത്ത് കൊണ്ട് വെക്കുമ്പോൾ അതൊന്ന് അനങ്ങാൻ പറയുന്ന ഞാൻ വിശ്വസിക്കാറ്. എന്നിട്ട് അമ്പലത്തിൽ പോവുക, പറയുന്ന നേർച്ചകള്, ഒരുപാട് നേർച്ച കാഴ്ചകളൊക്കെ ചെയ്യുക. ഹസ്ബൻഡ് ആണെങ്കിൽ അവരുടെ വീട്ടിൽ 2.5 ഏക്കർ അമ്പലമാണ്. ആ അമ്പലത്തിലാണെങ്കിൽ അവര് എല്ലാം പൂജാരി കഷ്ടത്തിലുള്ള അന്ധവിശ്വാസ ജീവിതമായിരുന്നു. ആനയെ വരെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പൂജിക്കുകയും ആനയ്ക്ക് നേർച്ച ഭക്ഷണം, ഒരാഴ്ചത്തെ ഭക്ഷണം, ആനയ്ക്കറിയാമല്ലോ ഒരാഴ്ചത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് എത്ര 1000 രൂപ വേണം. മക്കളുടെ മേൽ ദോഷം തീരാന്, കുടുംബത്തിന് മേലുള്ള ദോഷം തീരാൻ, ഇതുപോലെ ഒരുപാട് ദൈവവിരുദ്ധമായ പ്രവൃത്തികളിലൂടെ പാപം വരുത്തി വെച്ച കുടുംബമായി ഞങ്ങളുടെ 2 പേരുടെ. ഞങ്ങൾ 2 കുടുംബം തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഞങ്ങൾ 2 കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ 2 കുടുംബത്തിന്റെയും പശ്ചാത്തലം ഒന്ന് തന്നെയാണ്. വളരെ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയ, ദൈവത്തിന് ക്രോധം വരുത്തുന്ന, ദൈവത്തിന്റെ ശാപം ഏറ്റെടുക്കത്ത രീതിയിലുള്ള പ്രവൃത്തികളായിരുന്നു 2 വീട്ടിലെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക്, ഞങ്ങളുടെ കുടുംബമാണെങ്കിൽ താഴോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നല്ലൊരു കുടുംബമായിരുന്നു. ഇഷ്ടം പോലെ വസ്തുവും ഇഷ്ടം പോലെ നിലവും അമ്മയുടെ അമ്മയ്ക്കും, അത് മക്കൾക്കെല്ലാം ഓരോ ഏക്കർ വെച്ച് വീതിച്ചു കൊടുത്തു. എന്റെ അമ്മയ്ക്ക് 1 ഏക്കർ വസ്തുവും അതിന്റെ കണ്ടവും, 5 മക്കൾക്കും അതുപോലെ ഇഷ്ടം പോലെ പറമ്പും കണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് അരി വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. കണ്ടത്തില് കൊയ്ത് കൊണ്ടുവന്ന വർഷം ഉണ്ണാനുള്ള അരിയുണ്ട്. പറമ്പിൽ ഇഷ്ടം പോലെ കൃഷി, റബ്ബറും ധാരാളം എല്ലാം ഉണ്ട്. പക്ഷെ വീട്ടില് അനുഗ്രഹമില്ല. ഞങ്ങൾ 5 മക്കളായിരുന്നു. മൂത്ത ആങ്ങളെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം അമ്മയുടെ വീട്ടിലോട്ടൊക്കെ പോയി. അദ്ദേഹം പിന്നെ അവിടെയാ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള ജീവിതം. രണ്ടാമത്തെ ബ്രദർ 10ാം ക്ലാസ് കഴിഞ്ഞ് ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പുള്ളി ഡൽഹി ജോലിക്ക് വന്നു. ബ്രദർ ജോലിക്ക് വന്നപ്പോൾ ബജാജ് ലിമിറ്റഡില് MD-യുടെ PA ആയിട്ട് പുള്ളി ഷോർട്ട് ഹാൻഡും ഒക്കെ ഹയർ പാസ്സായിട്ടാണ് വന്നത്. അന്ന് 70കളിലെ കാര്യമാണ്. അന്നൊക്കെ ഡൽഹിയിലാണെങ്കിൽ അധികം മലയാളികളൊന്നുമില്ല. വരുന്നവർക്ക് നല്ല ജോലി കിട്ടും, നല്ല ശമ്പളവും. പുള്ളി ഡൽഹി വന്ന് ജോലി ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നത് മഞ്ഞപ്പിത്തമായിട്ടാണ്. മഞ്ഞപ്പിത്തം കഴിഞ്ഞ് 3 മാസം ചികിത്സയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അവർ ജോലി വെച്ചു. പിന്നെ 2 വർഷം കഴിഞ്ഞ് വീണ്ടും മഞ്ഞപ്പിത്തം. അന്നൊക്കെ ഭയങ്കര ചൂടായെന്ന്, അതുപോലുള്ള കെയറും ഒന്നുമില്ല. ഞാൻ ചെറുതാ. വീണ്ടും പുള്ളി മഞ്ഞപ്പിത്തമായിട്ട് വന്നു. അതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കെയർ ചെയ്ത് റിലീഫായി തിരിച്ച് വന്നു. അവര് ജോലിക്ക് വെച്ചു. വീണ്ടും പുള്ളി എന്നും വരുന്നത് മഞ്ഞപ്പിത്തമായിട്ടാണ്. പിന്നെ വന്നത് മഞ്ഞപ്പിത്തവും ന്യൂമോണിയയുമായി വളരെ ക്ഷീണിച്ച് 1984 പിന്നെ 2ാമത്തെ ബ്രദറിനെയും ഡൽഹി കൊണ്ടുവന്നു. പുള്ളി ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞായിരുന്നു. ഡൽഹി വന്ന് ജോലി നോക്കി. 2 പേരും കൂടെ ഒന്നിച്ച് താമസിച്ചു. ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സീരിയസ് ആയി. മഞ്ഞപ്പിത്തവും ന്യൂമോണിയയും കൂടെ വന്നു. അപ്പൊ ഇളയ അനിയൻ ട്രെയിന് 2 പേരും കൂടെ അങ്ങ് നാട്ടിൽ വന്ന് പുള്ളി ഹോസ്പിറ്റലിൽ 1 മാസം അഡ്മിറ്റായി. പിന്നെ ഒരു 6 മാസം എടുത്തു അത് റിക്കവർ ആകാൻ. തിരിച്ചു വന്നപ്പോൾ അവര് ജോലി വെച്ചില്ല. അവിടെ അന്ന് യൂണിയനൊക്കെ ഉണ്ടായിരുന്നു. 3 മാസം 6 മാസം കഴിഞ്ഞ് വന്ന് ജോലിക്ക് വെച്ചു. അപ്പൊ ചൗധരി എന്ന് പറയുന്ന പുള്ളിയുടെ MD, പുള്ളിയെ വലിയ താല്പര്യമാണ്. അപ്പൊ പുള്ളിക്കാരനെ ജോലിക്ക് വെച്ചു. പക്ഷെ എല്ലാവരും കൂടെ അദ്ദേഹത്തിനെതിരായി പറഞ്ഞു. പോലീസ് സെക്യൂരിറ്റി വരെ എന്റെ ബ്രദറിനെ ജോലി വെച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പനി പ്രശ്നമായി. ചൗധരി പറഞ്ഞു വേറെ എവിടെയെങ്കിലും ജോലിക്ക് അന്വേഷിക്കുക, ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകാൻ. പക്ഷെ ആങ്ങളയ്ക്ക് ബജാജിലെ ജോലി ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യുകയല്ല. പുള്ളി വാശിയാണ്. ചെയ്യുവാണെങ്കിൽ ബജാജിലെ ചെയ്യും. 6 മാസം റൂമിൽ ഇരുന്നിട്ട് ഒരു ദിവസം അങ്ങ് നാട്ടിൽ വന്നിട്ട് പുള്ളിക്കാരൻ നാടെല്ലാം ജോലി അന്വേഷിച്ചു നോക്കി. ജോലി അന്വേഷിച്ചു പോയിട്ട് എങ്ങും കിട്ടിയില്ല. പുള്ളി സ്കൂളുകളിലൊക്കെ അപ്ലൈ ചെയ്തു, ഒരുപാട് സ്ഥലത്ത് പോയി അപ്ലൈ ചെയ്തു. പുള്ളി സ്വയം അങ്ങ് ഇറങ്ങുക. രാവിലെ ആപ്ലിക്കേഷനും എടുത്ത് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് അങ്ങ് ജോലിക്ക് പോയി. ജോലി വേണം. വിവാഹവും കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാൻ ജോലി ഇല്ലാതെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ മൂത്ത ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചു. ഇദ്ദേഹം വിവാഹം കഴിച്ചില്ല. കുറെ നാൾ വീട്ടു ജോലിയൊക്കെ ചെയ്യും, പറമ്പിലെ ജോലിയൊക്കെ ചെയ്യും. പക്ഷെ പുള്ളിയുടെ കയ്യിൽ വരുമാനമൊന്നും ഇല്ലല്ലോ. അച്ഛനും അമ്മയല്ലേ അതിന്റെ ഓണർഷിപ്പ്. അങ്ങനെ ഇരുന്ന് പുള്ളിക്കാരൻ
1 വീട് വിട്ടങ്ങ് പോയി ജോലി അന്വേഷിച്ച് പോവുക. രാത്രി ആരോടും പറയാതെ പെട്ടി എടുത്തോണ്ടങ്ങ് പോയി. ഞങ്ങൾക്കറിയത്തില്ല എവിടെ പോയി. രാവിലെ നോക്കിയപ്പോ ബെഡയിൽ ആളില്ല. എവിടെ പോയി എന്ത് ചെയ്യും ഒരു വിവരവും ഇല്ല. അന്വേഷിച്ചു അവിടെ ഇവിടെ എല്ലാം അന്വേഷിച്ചു. ബന്ധുക്കളുടെ വീട്ടിലെങ്കിലും പുള്ളി പോകത്തില്ല. ഞങ്ങൾ റേഡിയോയിൽ പരസ്യം കൊടുത്തു, ഇങ്ങനെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ്. ന്യൂസ് പേപ്പറിലിട്ട് ഫോട്ടോ ഇട്ട്, അച്ഛൻ രാവിലെ ഫോട്ടോ എടുത്തോണ്ട് പോയി ന്യൂസ് പേപ്പറിലിട്ട്. ഒരു വിവരവും ഇല്ല. 91 കഴിഞ്ഞു, 92 ഇപ്പൊ ഞാൻ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി നാട്ടിൽ ജോലിയെല്ലാം അന്വേഷിച്ചു. ഒരുപാട് ടെസ്റ്റ് എഴുതി, PSC ടെസ്റ്റ്, UPSC ടെസ്റ്റ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒക്കെ ടെസ്റ്റ് എഴുതി. കാണുന്ന ടെസ്റ്റ് എല്ലാം എഴുതും. ജോലി വേണം, നാട്ടിൽ ജോലി. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു എന്നെ വിടത്തില്ല, എനിക്കും ഡൽഹി വരണമെന്നുണ്ട്, എന്നെ വിടത്തില്ല, ഞാൻ 5ാമത്തെയാ, വീട്ടിൽ നിന്നാ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ജോലി വേണമെന്നുള്ള നിർബന്ധം കൊണ്ട് ആ പ്രാവശ്യം ഡൽഹിയിലുള്ള ഇളയാങ്ങളെ, എന്റെ മൂത്തതാണ്, നാട്ടിൽ വന്നപ്പോ ഞാനും പുള്ളിയുടെ കൂടി ഇങ്ങ് പോന്നു. എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഡൽഹി വന്നു ജോലിക്ക് പോകാൻ. ഞാൻ അവിടെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ സ്കൂളിനടുത്ത് ട്യൂഷൻ കൊടുക്കുമായിരുന്നു. 8, 9, 10. ഞാനായിരുന്നു ഹിന്ദി പഠിപ്പിക്കുന്നത്. ഹിന്ദിയും സയൻസും ഞാനാ പഠിപ്പിക്കുന്നത്. അപ്പൊ ഹിന്ദി ഞാൻ പഠിപ്പിക്കും, എനിക്ക് ഹിന്ദി എല്ലാം അറിയാവുന്നുള്ള രീതിയിലാണ് ഞാൻ ആങ്ങളോട് പറഞ്ഞു എനിക്ക് ഡൽഹി വന്ന ഒരു പ്രശ്നമില്ല, ഞാൻ ഹിന്ദി ടീച്ചർ, അവിടെ അല്ല എന്നെ ഹിന്ദി വിദ്വാനെന്ന് അറിയപ്പെടുന്നു. ഞാനിവിടെ വന്നു, ആങ്ങളയുടെ കമ്പനി കൊണ്ടുവച്ചു. ഒരു ദിവസം ഫോൺ വന്നു. എനിക്ക് ഫോൺ എടുത്തൊന്നും പറയാൻ അറിഞ്ഞുകൂടാ, ഹിന്ദിയിൽ എന്താ പറയുന്നത്. ആ മാലിക്ക് ബോംബെന്ന് ഫോൺ ചെയ്യുക. ഞാൻ ഫോൺ എടുത്തു. ഞാൻ എന്നിട്ട് താഴെ ചെന്ന് ഫോൺ വെച്ചിട്ട് അതുകൊണ്ട് ഫോൺ വന്ന് സംസാരിക്കാൻ. അപ്പൊ മാലിക്ക് താഴെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു ആരാ റിസപ്ഷനിൽ ഇരിക്കുന്നേ. എന്നിട്ട് എനിക്ക് ടൈപ്പ് ചെയ്യാൻ തന്നു. ഒരു ബാലൻസ് ഷീറ്റ് പോലെ എന്തോ തന്നു ടൈപ്പ് ചെയ്യാൻ. ഞാൻ അത് ടൈപ്പ് ചെയ്ത് ക്ലിയർ ആയിട്ടൊക്കെ കൊടുത്തു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും കോള് വരുക. എനിക്ക് ഭയങ്കര പരവേശമകത്ത്. ഞാൻ എന്തുവാ പറയുന്നത് ഫോൺ എടുത്ത്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അതൊന്നും ഫോണൊന്നും കോമണുമല്ല, ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുമില്ല. ഞാനങ്ങ് ഭയന്നു, പേടിച്ചു. എന്നിട്ട് മാലിക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വിളിച്ച് സ്റ്റാഫിനോട് പറഞ്ഞു ആരാ റിസപ്ഷനിൽ ഇരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു പുഷ്പന്റെ പെങ്ങളാ, പുഷ്പകുമാർ എന്നാണ് ആങ്ങളയുടെ പേര്. പറ്റത്തില്ല, ഹിന്ദി അറിയത്തില്ല, പറഞ്ഞു വിട്ടേക്കാൻ. ഞാൻ 5 മണിയായപ്പോ താഴെ വന്നു, നാളെ എപ്പോ വരണമെന്ന് ചോദിക്കാൻ. അന്നേരം അവര് പറഞ്ഞു ഈ വൗച്ചറിൽ ഒന്ന് സൈൻ ചെയ്യുക. 50 രൂപയുടെ ഒരു വൗച്ചർ എഴുതി വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്നത്തെ ശമ്പളമാണ്, നാളെ തൊട്ട് വരണ്ട. ഞാൻ അതും വാങ്ങിച്ചോണ്ട് വീട്ടിൽ വന്നു. ആങ്ങളയോടൊപ്പം അവര് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, ബുദ്ധിമുട്ടാണ്. ആങ്ങള വന്ന് എന്നോടങ്ങ് ഭയങ്കര എന്നെ നാണം കെടുത്തി. പെങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് വെച്ചതാ, ഹിന്ദി അറിയത്തില്ല, ഹിന്ദി വിദ്വാൻ വന്നേക്കുവാ, നിനക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ നാട്ടിൽ പോയി ഞാൻ ടിക്കറ്റ് എടുത്ത് തരാമെന്നും പറഞ്ഞ് എന്നോട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു. ഞാനിരുന്ന് കരയുക, അല്ല എന്താ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഒരു സിയർ എടുത്ത് വിട്ടുവെച്ചു. സിയർ എടുത്ത് ജോലി ചെയ്ത് 2500 രൂപ തരാമെന്ന് പറഞ്ഞു. സിയർ എടുത്ത് 1 മാസം ചെയ്ത് ഒരു ശമ്പളം കിട്ടി. 2ാമത്തെ മാസമായപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ പഠിപ്പിച്ച് CA ആക്കാം, നീ ആർട്ടിക്കിളാ, നിനക്ക് ഞാൻ സ്റ്റൈഫൻഡ് തരാം 400 രൂപയാണ്. ഞാൻ പറഞ്ഞു 400 രൂപയും കൊണ്ട് ഞാനെന്ത് ചെയ്യാനാ, എനിക്ക് സ്റ്റൈഫൻഡ് ഒന്നും വേണ്ട, ചെയ്ത് അത്രയും ജോലി തന്നാൽ മതി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്നൊരു 20 എങ്ങാണ്ടായതായിരുന്നു, 15-ന് 20-ന് ഇടയ്ക്കുള്ള ഡേറ്റ് ആയിരുന്നു. പുള്ളി 1200 ഒരു ചെക്ക് എഴുതി തന്നു. അതുകൊണ്ട് ഞാൻ 11 മണിയായപ്പോൾ വീട്ടിൽ വന്നു. ആ ജോലിയും കഴിഞ്ഞു. ആങ്ങളെ വൈകിട്ട് വന്നപ്പോൾ ഞാൻ ജോലി വിട്ടു. ഞാൻ പറഞ്ഞു ഞാൻ ജോലി വിട്ടിട്ട് വന്നു. ആങ്ങളയ്ക്ക് ഭയങ്കര ദേഷ്യം, വലിയ പഠിത്തക്കാരി വന്നത്. ഞാൻ MA കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. BSc കഴിഞ്ഞ് MA കഴിഞ്ഞ് ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും ഹയറും ലോവറും എല്ലാം പാസ്സായിട്ടാണ് ഞാൻ വന്നത്. പുള്ളിക്കാരനെ എന്നെ അങ്ങ് ശരിക്കും ഫയർ ചെയ്തു. നിനക്കൊന്നും അറിഞ്ഞുകൂടാ, നിനക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, 10ാം ക്ലാസ്സുകാർ ഇവിടെ ജോലി ചെയ്യുന്നു, നല്ല ശമ്പളം വാങ്ങിക്കുന്നു, നിന്നെ കൊണ്ട് പറ്റത്തില്ല, നീ നാട്ടിൽ പോയാൽ ഞാൻ ടിക്കറ്റ് എടുത്ത് തരാമെന്നും പറഞ്ഞു ഭയങ്കര ബഹളം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവിടെ ആകുമ്പോൾ ഷോർട്ട് ഹാൻഡ് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാമെങ്കിൽ മറക്കത്തില്ല, നല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ അവിടെ പോയി പ്രാക്ടീസിന് ഇങ്ങനെ 1 മണിക്കൂറിന് പോയിച്ച് തിരിച്ചു വന്നപ്പോ ഒരു മലയാളി ആന്റി എന്നെ കണ്ട്. അവരെന്റെ അടുത്ത് വന്ന് ചോദിച്ചു മലയാളിയാണോ എന്ന്. ഞാൻ പറഞ്ഞു അയ്യോ ഇവിടെ എങ്ങും മലയാളി ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു മലയാളി സാഗർപൂരിലകത്ത് മലയാളിയെ കാണുന്നതെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചാൽ എവിടെ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ഗലിയില്ല. അപ്പൊ എന്റെ കൂടെ വീട്ടിൽ വന്നു, വീട് കാണാം, പിന്നെ ഞാൻ ഹസ്ബൻഡേയും കൂട്ടി വരാമെന്ന് പറഞ്ഞ് എന്റെ കൂടെ വന്നപ്പോ ജോലി ഇല്ലാതിരിക്കുക. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞ് ഇവിടെ ഒരു വീട്ടിലെ മീറ്റിംഗ് ഉണ്ട്, എല്ലാ ട്യൂസ്ഡേയും ഫാസ്റ്റിംഗ് പ്രയർ ആണ്, അവിടെ മലയാളികളാ വരുന്നതെല്ലാം, അവരോട് പറയാം എന്റെ കൂടെ വാ, ജോലി കിട്ടും, അവരോട് പറയാം നമുക്ക് ബയോഡേറ്റയും കൊണ്ട് വാ, അവരോട് പറയാം എവിടെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയാമെന്ന്. ഞാൻ ഹാപ്പി ആയിട്ട് ചൊവ്വാഴ്ച ഒരുങ്ങിയിരുന്നു. ആന്റി വന്നപ്പം ബയോഡേറ്റയായിട്ട് പോയി ആന്റിയുടെ കൂടെ ചെന്നപ്പോ അവിടെ ഉപവാസ പ്രാർത്ഥനയാ. നമ്മുടെ ഗീതാ നമ്പ്യാർ, ശാലിനി നമ്പ്യാർ, ആ കുടുംബം മൊത്തമായിട്ട് അവിടെ മീറ്റിംഗ് നടത്തുക. എല്ലാ ട്യൂസ്ഡേയിലും ഉണ്ട്. ഞാനും ചെന്ന് അതിന്റെ ഇടയ്ക്ക് ഇരുന്നു. എനിക്ക് ഭയങ്കര അസ്വസ്ഥത. പാട്ട് തുടങ്ങി, ആരാധന തുടങ്ങി, ഭയങ്കര
ആൾക്കാർ ജമ്പ് ചെയ്താണ് ആരാധിക്കുന്നത്. മേപ്പോട്ട് ചാടുന്നു, താപ്പോട്ട് ചാടുന്നു, കുറച്ചു പേര് ഉരുളുന്നു. അപ്പൊ ഭൂതവിളകി. അത് കണ്ടപ്പോ എനിക്ക് ഭയം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചെന്നിരിക്കുന്നത്. ഞാൻ ചർച്ചിന്റെ അകത്ത് കയറിയിട്ടില്ല, കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ആകെ ഭയന്നു. അപ്പൊ ഒരു ആന്റി, ആ ഗീതാ നമ്പ്യാർ, പെട്ടെന്ന് വന്ന് ആ പുള്ളിക്കാരിയുടെ കഴുത്തേലൊക്കെ കുറെ ചരട് ജപിച്ചൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത്, കയ്യേലൊക്കെ കട്ട് ചെയ്തു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവര് അടങ്ങി. അത് കഴിഞ്ഞപ്പോ അടുത്ത ആള് ഭൂതവിളകി. ഞാനൊരു പരുവത്തിൽ ഇങ്ങനെ അകത്തിരുന്ന് എങ്ങനെ പുറത്ത് ചാടാം, എങ്ങനെ തിരിച്ചു പോകാനും അറിയത്തില്ല. ആന്റി വന്നേലേ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. തിരിച്ചു വരാനും പറ്റത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല. ഞാൻ അടുത്തോട്ടൊക്കെ നോക്കും, എന്റെ അടുത്തോട്ട് ഇവര് വരുന്നുണ്ടോ എന്നുള്ള ഭയത്തിലിരിക്കുക. മീറ്റിംഗ് കഴിഞ്ഞതുപോലെ ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് ആന്റി അപ്പൊ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു ചായ കുടിച്ചിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്ന് കുടിക്കാം, നമുക്ക് പോകാമെന്ന്. എന്റെ കയ്യിൽ ഒരു ന്യൂ ടെസ്റ്റമെന്റ് തന്നു. എന്നാ ഇതിലേതാ, ഇത് വായിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങളുടെ പുസ്തകം നിങ്ങൾ വെച്ചോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിച്ചില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇനിയും വരുമോ? ഞാൻ പറഞ്ഞു ഇനിയും ഞാൻ വരികയല്ല എന്ന് പറഞ്ഞു പോന്നു. അടുത്ത ആഴ്ച ആന്റി പറഞ്ഞു അടുത്ത ചൊവ്വാഴ്ചയുണ്ട്, നമുക്ക് പോകാം, ഇല്ലാത്ത വാ, ഞാൻ ജോലിക്ക് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അടുത്ത ചൊവ്വാഴ്ച ആയപ്പോ എനിക്ക് എങ്ങും പോകുന്നില്ല, റൂമിലിരിക്കുക. ആങ്ങളെ രാവിലെ ജോലിക്ക് അങ്ങ് പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക്, ആങ്ങളെ വരുന്ന 9 മണിയാവും. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പൊ ആന്റിയുടെ കൂടെ പുറത്തൊന്നും ഇറങ്ങാമല്ലോ എന്ന് ഓർത്ത് ചൊവ്വാഴ്ച ആന്റി വന്നപ്പോ ഞാൻ ഒരുങ്ങിയിരിക്കുക, കൂടെ പോയി. അന്നും മീറ്റിംഗിൽ ഇരുന്നു. ഭയങ്കര ആരാധനയാ, ഭയങ്കര ശബ്ദമാ, ഭയങ്കര ഒച്ചയങ്ങ് ആൾക്കാരെല്ലാം അങ്ങ് ആരാധിക്കുക, ആത്മാവിലങ്ങ് ആരാധിക്കുക. അത് ആദ്യമായിട്ട് കാണുന്ന അയാൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. ആരാധനയുടെ ഇടയ്ക്ക് ഈ ഗീതയാന്റി വന്ന് എന്റെ മുന്നിൽ നിന്നിട്ട്, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ ഹിതമല്ല, ഞാൻ നിന്നെ കൊണ്ടുവന്നതാ. യേശുവിന് കയറി സഞ്ചരിക്കാനുള്ള കഴുതയായിട്ട് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. എന്റെ ഹിതപ്രകാരം ഞാൻ നിന്നെ വടക്കേ ഇന്ത്യയെ കൊണ്ടുവന്നതാണ്. അത് കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടെ ദേഷ്യമായി. എന്നെ കഴുതയെന്ന് വിളിച്ചു. ഞാൻ വലിയ മിടുക്കിയാണെന്നും പറഞ്ഞ് നടക്കുക. അപ്പൊ ഉണ്ടപ്പോ പറയുന്നത് നിന്നെ കഴുതയായിട്ട് യേശുവിന് കയറി സഞ്ചരിക്കാൻ കൊണ്ടുവന്നതാണ്. അതെന്നെ ഒന്നുകൂടെ അങ്ങ് ഇറിറ്റേഷൻ ആക്കി. അന്നും മീറ്റിംഗ് കഴിഞ്ഞപ്പം ഞാൻ ഇറങ്ങി വെളി നിൽക്കുക. ആന്റിയെ ഇരുത്തത്തില്ല, ചായ കുടിക്കാനും ഇരുത്തത്തില്ല, ആൾക്കാരോട് സംസാരിക്കാനും ഇരിക്കില്ല. നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആന്റിയെ വിളിച്ചോണ്ട് പുറത്തിറങ്ങി പോന്നു. അടുത്ത ആഴ്ച ആന്റി വരുമ്പോ ഞാൻ റെഡിയാ, പോകത്തില്ലെന്ന് വെക്കും. പക്ഷെ ആ സമയമാകുമ്പോ ഞാൻ ഒരുങ്ങി നിൽക്കും. അന്നും മീറ്റിംഗിൽ ചെന്ന് നിന്നപ്പോ ഗീതയാന്റിയുടെ പ്രവചനം എന്നോട് പറയുകയാണ്, ഇവിടെ നിന്റെ വീട്ടിൽ നിന്ന് ഒരാള് ഇറങ്ങി ദൂരത്തേക്ക് പോയി, നീ വിശ്വസിച്ചാൽ ഞാൻ ആ വ്യക്തിയെ മടക്കി കൊണ്ടുവരും. അവിടെ വേറെ ആരേലും ആയിരിക്കും. ഞാൻ ഇങ്ങനെ അടങ്ങിയിരുന്നു. വേറെ ആരുടെ എന്നിട്ട് കാര്യം, എന്റെ കാര്യം ആയിരിക്കുകയല്ല. വീണ്ടും പറയുന്നു, ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, വിശ്വസിച്ചാൽ ആ വ്യക്തി മടങ്ങി വരും, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കൈപൊക്കാൻ. എനിക്ക് കൈപൊക്കാൻ മടി. ആന്റിക്ക് എന്നെ കാണാൻ, ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുക. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കൈപൊക്കി, ഇങ്ങനെ ആന്റിയെ കാണാവും, എനിക്കും ആന്റിക്ക് മാത്രം കാണത്തക്ക രീതിയിൽ ആന്റി പ്രാർത്ഥിച്ചു. അവിടെയുള്ള എല്ലാ ജനം കൂടെ ഒന്നിച്ചു പ്രാർത്ഥിച്ചു ആ വിഷയത്തിന് വേണ്ടി. അടുത്ത ആഴ്ചയുണ്ട് വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നു. വിജയൻ നാങ്ങളയുടെ പേര്. അവനിങ്ങി തിരിച്ചു വന്നു ഭയങ്കര ക്ഷീണിതനായിട്ട്. എവിടെയായിരുന്നു? പുള്ളി ജോലിക്ക് ബോംബെക്ക് പോയതാ. ടിക്കറ്റ് പൈസ ഇല്ലാതെ ട്രെയിനെ കയറി പോലീസ് പിടിച്ചകത്താക്കി. പുള്ളി ജയിലിലായിരുന്നു. ആ ജയിലിന്റെ യൂണിഫോമിലാ വന്നേ, വൈറ്റ് ഡ്രസ്സിൽ. എന്നിട്ട് അവരെവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു വണ്ടിയേല്. എന്നിട്ട് പുള്ളി അവിടുന്ന് നടന്ന് വീട് വരെ എത്തി. ഉപ്പൂറ്റിയെല്ലാം പൊട്ടി ചോരയായി, വിശന്നും ക്ഷീണിച്ചും പുള്ളി വീട്ടിലെത്തി. വീട്ടിൽ വന്ന് പുള്ളിക്ക് നടക്കാൻ വയ്യ. അടുത്ത വീട്ടിൽ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ കൊച്ച് ഒരാഴ്ച ആങ്ങളയ്ക്ക് ബാൻഡേജ് ഇട്ട് എല്ലാം ശരിയാക്കി ഒരാഴ്ച കഴിഞ്ഞാണ് കാല് തറയെ കുത്തി നടക്കാൻ പറ്റും. ആങ്ങളെങ്ങ് തിരിച്ചു വന്നെന്ന് അറിഞ്ഞപ്പോ എന്റെ അകത്ത് എന്തോ ഒരു ജിജ്ഞാസ വന്നു. ഈ ആന്റി എന്നെ അറിയത്തില്ല, ഞാൻ അറിയത്തില്ല, ഇത്രയും മൈല് ദൂരെ ഇരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എന്നോട് പറഞ്ഞു? അപ്പൊ എന്തോ സത്യം ഇതിലുണ്ട്, എന്തോ ഇതൊന്നും അറിയണമല്ലോ. അന്ന് എനിക്കൊരു ന്യൂ ടെസ്റ്റമെന്റ് തന്നത് അത് ഞാൻ കൊണ്ടുപോയി വീട്ടിൽ. അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വായിക്കാൻ തുടങ്ങി. എനിക്ക് ജിജ്ഞാസ താഴെ ഒക്കെ ആങ്ങളെ പോകാൻ എനിക്ക് ഇതായി. പോകുന്നില്ലല്ലോ വായിക്കാൻ, ബൈബിള് വായിക്കാൻ. ആങ്ങളെ പോകുന്ന സമയം നോക്കി ഇരിക്കും വായിച്ചു. വായന തുടങ്ങിയപ്പോ എനിക്ക് അകത്ത് എന്തോ ഒരു പ്രകാശം.
എന്തോ എന്നിൽ നിന്ന് വിട്ടുപോകുന്നു, ഇരുട്ട് മാറിപ്പോകുന്നു, എന്തോ ഒരു നിരാശ മാറിപ്പോകുന്നു, ഭാരം മാറിപ്പോകുന്നു, അകത്ത് നല്ല സന്തോഷം വരിക ബൈബിള് വായിക്കുമ്പോൾ. ഞാൻ ബൈബിള് വായിച്ചു. ആന്റി അടുത്ത ആഴ്ചയും വന്നു. അടുത്ത ആഴ്ച വന്നപ്പോൾ ഞാൻ ഒരുങ്ങിയിരുന്നു, ആന്റിയുടെ കൂടെ പോയി. അപ്പൊ ജോലിയുടെ കാര്യം ഞാനങ്ങ് വിട്ടു. ഞാനങ്ങ് ബയോഡേറ്റ കൊടുക്കുകയോ ജോലി അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അന്നും ആന്റി, ഗീത ആന്റി ഭവിഷ്യവാണി എന്നോട് പ്രവചനം പറഞ്ഞു. ആന്റി പറഞ്ഞു, എന്റെ മുന്നിൽ ഒരു രജിസ്റ്റേർഡ് സ്റ്റാമ്പ് പേപ്പർ കിടന്ന് കറങ്ങുന്നു. ആരുടെയോ രജിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. ദൈവാത്മാവ് പറയുന്നു അത് ഇന്ന് ദൈവം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ ഇത്രയും പേരിരിക്കുന്നു, ഇത് ഇവരുടെ കാര്യമൊക്കെ ആയിരിക്കും, എന്റെ കാര്യമായിരിക്കത്തില്ല. അപ്പൊ ഞാന് നാട്ടില് ഞങ്ങളുടെ വീടും പറമ്പും കൂടെ ഇച്ചിരി ദൂരെ വാങ്ങിച്ചെടുത്ത് അത് വാങ്ങിച്ച ആളിന്റെ പേരിൽ കിടക്കുക ഇപ്പോഴും വസ്തു. ആ തണ്ടപ്പേര് ഞങ്ങൾക്ക് തന്ന ആളിന്റെ പേരിൽ കിടക്കുക. ഞങ്ങളുടെ പേരിലാക്കിയില്ല. അത് രജിസ്റ്റേർഡ്. അത് ഞങ്ങളുടെ അച്ഛന്റെ കാലയിൽ ഒരു വലിയ മുറിവുണ്ടായി, ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയും പോകാൻ പറ്റാഞ്ഞോണ്ട് ആ പേപ്പർ അതുപോലെ തന്നെ രജിസ്റ്റർ വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് 6 മാസം മുമ്പ്, ഞാൻ 92-ലാണ് ഡൽഹി വന്നത്. അപ്പൊ ഞാൻ നാട്ടിലുള്ള എല്ലാ എഴുത്തുകാരുടെ അടുത്തും ചെന്ന് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇത് പേരിലാക്കാൻ പറ്റുമോ എന്ന്. അപ്പൊ അവര് പറഞ്ഞു, റീസർവേ വരുമ്പോഴേ ഇനി നിങ്ങളുടെ പേരിലാക്കാൻ പറ്റത്തുള്ളൂ, ഇത് ആ പേരിൽ കിടക്കുക. പക്ഷെ നിങ്ങൾ ആരോടും പറയണ്ട, രഹസ്യമായിട്ട് ഇതിന്റെ ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് രഹസ്യമായിട്ട് വെക്കും, ഇത് പരസ്യമാക്കരുതെന്ന്. ഞാനെല്ലാം അന്വേഷിച്ചു വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, റീസർവേ വരുമ്പോ ഇതിനി രജിസ്റ്റർ ആകുന്നു. അപ്പൊ ഈ ആന്റിയുടെ മുന്നേ സ്റ്റാമ്പ് പേപ്പർ രണ്ടാമത്തെ പ്രാവശ്യവും വീണ്ടും കിടന്ന റൗണ്ട് കറങ്ങുക. ആന്റി പറഞ്ഞു, ഇതില് ദൈവത്തിൽ എന്തോ ഒരു പ്രവൃത്തിയുണ്ട്, ആരുടെയോ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ദൈവം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ അന്നും കൈ കാണിച്ചു, ശകലം കൈ ഒന്ന് വിരൽ പൊക്കി കാണിച്ചു. അപ്പൊ പറഞ്ഞില്ലേ, കൈ അങ്ങ് പൊക്ക്, ദൈവം സംസാരിക്കുക, ഏറ്റെടുക്കുക, ഇന്ന് ദൈവം പ്രവർത്തിക്കുമെന്ന്. അപ്പൊ എല്ലാരും കൂടെ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അവരെല്ലാരും കൂടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴുണ്ട് വീട്ടിൽ അന്ന് ലെറ്ററാണ്, ഫോണൊന്നുമില്ല, എങ്ങും ഫോണില്ല. 92-93 സമയമാണ്. അപ്പൊ അവിടെ നിന്നുണ്ട് ഫോൺ ലെറ്റർ വരുന്നു വീട്ടിൽ നിന്ന്, റീസർവേ വരുന്നു, ഇപ്പൊ പൈസ തന്നാല് നമ്മുടെ വസ്തു പേരിലാക്കാമെന്ന്. അപ്പൊ ആങ്ങളെ പെട്ടെന്ന് 5,000 അയച്ചു കൊടുത്തു. അത് പേരിലായി, അച്ഛന്റെ അമ്മയുടെ പേരിലാക്കി, ഞങ്ങളുടെ പേരില് അങ്ങനെ പേര് പറഞ്ഞ് ഒരു പ്രമാണം ഉണ്ടാക്കി. അപ്പോൾ എന്റെ വിശ്വാസം കുറെ കൂടെ ക്രിസ്തുവിലേക്ക് മുന്നോട്ട് ആയാൻ തുടങ്ങി. ഈ ദൈവം പറയുന്ന, ഈ ദൈവാത്മാവിൽ കൂടി പറയുന്നത്, ഈ വചനം പറയുന്നത് ശരി. അപ്പൊ ഈ ബൈബിളിൽ എന്തോ സത്യമുണ്ട്, ഈ ബൈബിൾ വായിക്കണം. ഞാൻ ആങ്ങളയ്ക്ക് അറിയത്തില്ല ഈ കാര്യമൊന്നും. ഞാൻ ബൈബിൾ വായിക്കുന്നു, മീറ്റിങ്ങിന് പോകുന്ന കാര്യമൊന്നും ആങ്ങളയ്ക്ക് അറിയത്തില്ല. ഞാൻ ഇത് ബൈബിൾ പാത്ത് വെച്ചേക്കും, ആങ്ങളയ്ക്ക് കാണത്തക്ക രീതിയിൽ ന്യൂ ടെസ്റ്റമെന്റ് വെക്കത്തില്ല. ആങ്ങളെ അറിയത്തില്ല, രാത്രി വരും, ഭക്ഷണം കഴിച്ചു ഉറങ്ങി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് പോകും. ഞാനെങ്ങും ജോലിക്ക് ശ്രമിക്കുന്നില്ല. ആങ്ങളെ ഓർക്കുന്ന തണുപ്പൊക്കെ ആയിരുന്നു, വീട്ടിൽ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ. ഈ 2 കാര്യമാണ് എന്നെ ക്രിസ്തുവിലേക്ക് നയിച്ചത്. ദൈവാത്മാവ് ഞങ്ങളുടെ വീട്ടിൽ അടഞ്ഞു കിടന്ന 2 വാതിലുകൾ, ഞങ്ങൾ നിരാശപ്പെട്ട് ഞങ്ങൾ മറന്നു കളയാൻ ശ്രമിച്ച 2 കാര്യങ്ങളെ ദൈവം ഞങ്ങളെ ഓർമ്മപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്തു തന്നപ്പോൾ എന്തോ ഇതിലൊരു സത്യമുണ്ട്. ഇതൊരു എല്ലാവരും പറയുന്നതല്ല. എന്നാൽ ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ, ഞാൻ BSc പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് എവല്യൂഷണറി തിയറി ഡാർവിന്റെയും ചാൾസ് ഡാർവിന്റെയും ലാമാർക്കിന്റെയും ഡ്യൂറസിന്റെ ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ക്രിസ്ത്യാനികളുമായിട്ട് ശരിക്കും വഴക്കിട്ടു. ക്രിസ്ത്യൻ പിള്ളേരെ കാതലിക്കറ്റ് കോളേജിലാണ് പഠിച്ച, പത്തനംതിട്ട. അപ്പൊ അവിടെ എല്ലാം ക്രിസ്ത്യൻസ് ആണ്. ഞാൻ അവരുമായിട്ട് ശരിക്കും വഴക്കിട്ട്. അവര് പറഞ്ഞില്ല, ഇത് മണ്ണ് രൂപം ഉണ്ടാക്കി അതിലെ ദൈവം മൂക്കിലൂടെ ശ്വാസം ഊതിയപ്പോഴാണ് മാനവജാതി ഉണ്ടായത്. ഞാൻ പറഞ്ഞു, ഈ സയൻസ് ആണോ ശരി, നിങ്ങൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണോ ശരി, ഇത് സയൻസാ ശരി, ഇതാണെന്നും പറഞ്ഞ് ഞാൻ അവരോട്. എനിക്ക് പെന്തക്കോസുകാരെ ഒട്ടും ഇഷ്ടമല്ല. ഞങ്ങളുടെ അവിടെയുള്ള പെന്തക്കോസുകാരുണ്ട്, അവരെ ഒന്നും ധരിക്കുന്നില്ല. അവര് കാതലിക്ക് ഓർത്തഡോക്സ് ഭർത്താവമ്മയൊക്കെ കാതും കഴുത്തയിലും ഒക്കെ ഇട്ട് ഒരു നല്ല ഹിന്ദുക്കളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ പൊട്ടും തൊട്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വരുന്നത്. അവരൊന്നും കണ്ടിട്ട് പുറമെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവര് പെന്തക്കോസുകാർ ആഭരണമൊന്നും ധരിക്കാത്തതുകൊണ്ട് എന്തോ ഒരു വല്ലാത്ത അവരെ കാണുമ്പോൾ ഇപ്പൊ എനിക്ക് ക്രിസ്ത്യൻസിനായ ഇഷ്ടമാണെങ്കിൽ ഇവരോട് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്തോ ഒരു ഇവരെന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഒരിക്കലും പെന്തക്കോസ് വരാനുള്ള ഒരു ആഗ്രഹമോ മനസ്സോ തീരുമാനമോ എനിക്കില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഈ ആന്റി എന്നോട് പറഞ്ഞു, ലത ഇനി സൺഡേ ചർച്ചിൽ വരണം. ഈ ആന്റി എന്നെ പുറകെ വിടത്തില്ല. ആന്റി വീട്ടിൽ വരില്ല, മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോയി. ആന്റി എന്നെ വിടുകയില്ല. ലിസി ആന്റി ഇപ്പൊ ഞങ്ങളോയിലുണ്ട്. ഹസ്ബൻഡും ഒരു നമ്പ്യാരാണ്, ഗംഗാധരൻ നമ്പ്യാര്. യേശുവിനെ സ്വീകരിച്ച് അവർ 2 പേരും കൂടെ മിനിസ്ട്രിയിലാണ്. അവരും IPCയിലാണ്.
ആന്റി എന്നെ വിടുകയില്ല. ഇങ്ങോട്ട് വരും, മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോകും, പിന്നെ വീട്ടിൽ വരും, പിന്നെ ഹസ്ബൻഡേയും കൊണ്ട് വരും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആങ്ങളെ ഉള്ളപ്പോ വരത്തില്ല, ആങ്ങളൊക്കെ അറിയത്തില്ല. അവസാനം എന്നെ ചർച്ചിലോട്ട് വിളിച്ചു. ചർച്ചിൽ വാ ലത, ഇനിയും ചർച്ചിൽ വാ. അപ്പൊ ആങ്ങളയ്ക്ക് സൺഡേ അവധിയാ, മണ്ടയിലാണ് അവധി. അതുകൊണ്ട് എനിക്ക് ചർച്ചിൽ പോകാൻ കുഴപ്പമില്ല. ആങ്ങളെ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ആന്റിയുടെ കൂടെ ചർച്ചിൽ പോകും. അത് ഹിന്ദി ചർച്ച, ഒരു എക്സ് സർവീസ് മിനിസ്ട്രി തുടങ്ങിയതാ, ഒരു ഫാസ്റ്റർ ജോൺ മത്തായി. പുള്ളി മലയാളം പറയാൻ സമ്മതിക്കത്തില്ല. എന്താ ഹിന്ദി പാട്ട, ഹിന്ദി സാക്ഷ്യം, ഹിന്ദി ബൈബിൾ, ഹിന്ദി പ്രാർത്ഥന, എല്ലാം ഹിന്ദി. ആന്റിക്കാണെങ്കിൽ ശരിക്കും ഹിന്ദി അറിയത്തില്ല. എന്നാലും ആന്റിയോട് പറയും, കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുമല്ലോ, മാർക്കറ്റിൽ പോയി ഹിന്ദി പറയുമല്ലോ, അതുപോലെ പ്രാർത്ഥിച്ചാൽ മതി, അതുപോലെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങളെ അടിച്ച് ഹിന്ദി പഠിപ്പിച്ചു. ഇന്ന് ആ ഹിന്ദിയിൽ ആരാധന നടത്താനും സർവീസ് ഞങ്ങളുടെ ഹിന്ദി ചർച്ച് സ്ഥാപിക്കാനും അത് വളരെ പ്രചോദനമായി. ചർച്ചിൽ പോയി. അപ്പൊ ഈ ബിന്ദു ആംഗ്ലയും ആ ചർച്ചിലുണ്ട്. ബിന്ദു ഭയങ്കര കാത്തലിക്കിന്റെ ഭയങ്കര സ്പിരിറ്റാ. അവളുടെ ചെറുപ്പത്തിൽ അവിടെ അമ്മ നേർന്നതാണ് കന്നി എന്തോ പറയുന്നത് നന്നായിട്ട് പോകാൻ. അത് പറ്റാതെ ഡൽഹി വന്നത്. അവള് പറഞ്ഞു, ഞാന് പ്രാർത്ഥനയ്ക്കൊക്കെ വരും, മീറ്റിങ്ങിനൊക്കെ വരും, പക്ഷെ ഞാൻ സ്ഥാനപ്പെടത്തില്ല, സിസ്റ്റർ സ്ഥാനപ്പെടരുത് എന്ന് എന്നോട് പറയും. സിസ്റ്റർ സ്ഥാനപ്പെടരുത്, ഞാനും സ്ഥാനപ്പെടത്തില്ല, മീറ്റിങ്ങിലൊക്കെ ഇരിക്കും. പക്ഷെ അവൾക്ക് ഒരു അസുഖം വന്നു, ഒരു വയറിളക്കമാണോ, ചർച്ചിൽ വന്നു, ഹോസ്പിറ്റലായി അഡ്മിറ്റായി, ഭയങ്കര സീരിയസ് ആയി. ഒരു ഗതിയില്ലാത്ത, മരുന്ന് കൊണ്ടൊന്നും ആകുന്നില്ലെന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഒറ്റ പ്രാർത്ഥനയിൽ അവൾ സത്യം പ്രാപിച്ചു വീട്ടിൽ. അന്ന് അവള് തീരുമാനമെടുത്തു സ്നാനപ്പെടാമെന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്നാനപ്പെടാൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. ആങ്ങളയ്ക്ക് അവധിയുള്ള ദിവസമാണ്. വേറൊരു ചർച്ചിലാണ് സ്നാനത്തൊട്ടി. അന്ന് ആങ്ങളെ പോകുന്നില്ല. അവരെല്ലാം ചർച്ചിലിരുന്ന് പ്രാർത്ഥിക്കുക ലത വരാൻ. എനിക്ക് പോകണമെങ്കിൽ ആങ്ങളെ പോകണം. ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പാത്ത് വെച്ചേക്കുക പോകാൻ. ആങ്ങളെ പോകുന്നില്ല. ആങ്ങളെ പോകാതെ എങ്ങനെ ഞാൻ പോകുന്നത്? എവിടെ പോവാൻ ചോദിച്ചാൽ എന്തുവാ പറയുന്നേ? 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ആങ്ങളെ പോയി. അവരെല്ലാം പേടിച്ചു. ഫോണൊന്നുമില്ല കോണ്ടാക്ട് ചെയ്യാൻ, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ആങ്ങളെ പോയി. പെട്ടെന്ന് ഞാൻ തുണിയെടുത്ത് ഒരു ഓട്ടോ പിടിച്ച് അവിടെ ചെന്നപ്പോ അവരെല്ലാം വിഷമിച്ചിരിക്കുക. ഞാൻ ചെല്ലത്തില്ലെന്ന് കരുതി. സ്നാനപ്പെട്ടു, തുണിയെല്ലാം ചത്തയിലിട്ട് ഉണക്കി മടക്കി ആ വീട്ടിൽ വന്ന് നനഞ്ഞ തുണി കൊണ്ട് വീട്ടിൽ വരാൻ പറ്റും. പ്രാർത്ഥന കഴിഞ്ഞു വന്നു. അന്ന് തൊട്ട് ദൈവത്തിൽ 94 ഒക്ടോബറിലെ സ്നാനപ്പെട്ടു, 1994. ജോലിക്ക് പലയിടത്തും പോയി, പല ജോലിയിൽ കയറി. ജോലി ഒന്നും ശരിയാവുന്നില്ല. അവസാനം ഒരു ഗ്രേറ്റർ കൈലാസിൽ ഒരു വലിയ കമ്പനി കയറി. അവരെ ലതയാ എന്ന പേര് ഹിന്ദു ആണെന്നും പറഞ്ഞ് എന്നെ ജോലിയിൽ വെച്ചു. 3-4 ദിവസം കഴിഞ്ഞപ്പോ എന്നെ ബേസ്മെന്റിൽ കൊണ്ടുപോയി. അവിടെ മൊത്തം മൂർത്തിയാ, 3 സൈഡും മൂർത്തികൾ ഇരിക്കുന്ന ബേസ്മെന്റിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, രാവിലെ ഇവിടെ വന്ന് ആർത്തി ഉത്താരണ, അഗർബത്തി, മോംബത്തി സബ് ജലാന, മെമാരിയിലെ പ്രാർത്ഥന കർണാന്ന്. ഞാൻ പറഞ്ഞു, ഇത് മാത്രം ഞാൻ ചെയ്യത്തില്ല, ബാക്കി എന്ത് വേണമെങ്കിലും പറഞ്ഞു. അതെന്താ നീ ലത ഹിന്ദു അല്ലേ? ഞാൻ പറഞ്ഞു, ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. അതെന്ത് വെച്ച്? ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അന്നേരം പറഞ്ഞു, എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, എല്ലാ അസുഖവും ഉണ്ട്, നീ ഇത് പൂജ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, എനിക്ക് പൂജ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം യേശു നിങ്ങൾക്ക് സൗഖ്യം തരും. അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ അടുത്ത ദിവസം തൊട്ട് എന്റെ അമ്മ കംപ്ലൈന്റ്, ഒരു ഫയൽ കാണുന്നില്ല, ഇത് കാണുന്നില്ല, ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ശരിയാവുന്നില്ല, എൻവലപ്പ് ശരിയാവുന്നില്ല. ഞാൻ പറഞ്ഞു, സാറേ പ്രശ്നവും ഇല്ല, സാറിന് 7 ദിവസം, ഞാൻ ഫെബ്രുവരി 1 തൊട്ട് 7 ദിവസം വരെ ജോലി ചെയ്തു, 7 ദിവസത്തെ ശമ്പളം തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സാറേ ഞാനങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു. പുള്ളി ഒരു 10 മണിയായപ്പോ, ഞാൻ ചെന്നതേ ഉള്ളൂ, രാവിലെ എന്നോട് ഫയറിങ് തുടങ്ങി. ഞാൻ പറഞ്ഞു, 7 ദിവസത്തെ ശമ്പളം ഉണ്ട്, തന്ന സന്തോഷം, ഇല്ലെങ്കിലും സന്തോഷം, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. പുള്ളി 7 ദിവസത്തെ ശമ്പളം തന്നു. ഞാൻ രാവിലെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജോലി ചെയ്താൽ പറ്റത്തില്ല. ഒരു പാസ്റ്ററുണ്ട്, മാമച്ചൻ പാസ്റ്ററിനെ അറിയുമായിരിക്കും, IPC സുഭാഷ് നഗറിൽ ഇരുന്നതാ, മോളിമാമേ. അവരാ എന്റെ പ്രയർ സപ്പോർട്ട്. ഇവിടെ GDI താമസിക്കുന്ന ജനപുരി. ഞാൻ നേരിട്ട് അങ്ങോട്ട് വരും, ആന്റിയുടെ അവിടെ വരും. ആന്റി ഞങ്ങളും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചു. ആന്റി ഞങ്ങളും കൂടെ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ 3 ദിവസം ഉപവാസം ഇരിക്കുക, ഇനി ഞാൻ എങ്ങും ജോലിക്ക് പോകത്തില്ല. ഞാൻ 10 പോയിന്റ് എഴുതി. ഞാൻ ഇനിയും ജോലിക്ക് പോകണമെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി വേണം. എന്റെ കൊളീഗ്സ് എല്ലാം നല്ല റെസ്പെക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന കൊളീഗ്സും മാനേജറും വേണം. പിന്നെ ഒരു ഗവൺമെന്റ് സ്റ്റാഫിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും എനിക്ക് വേണം. PF വേണം, ഗ്രാറ്റുവിറ്റി വേണം, അവധി വേണം, AND ലീവ് വേണം, എല്ലാം വേണം. ഗവൺമെന്റ് ജോലിക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടോ അതെല്ലാം എനിക്ക് വേണം. അവധി വേണം, സൺഡേ അവധി വേണം.
മീറ്റിങ്ങിന് പോകാനുള്ള എല്ലാ ഫെസിലിറ്റിയും വേണം. ഞാൻ എല്ലാ പോയിന്റും എഴുതി ബൈബിളിൽ വെച്ച് ഉപവാസം തുടങ്ങി. ആങ്ങളെ പോയി കഴിയും. ആങ്ങളയോട് ഞാൻ പറയാം, ഞാൻ കഴിച്ചു, വരുന്നതിന് മുമ്പ് കഴിച്ചു, പോയി കഴിഞ്ഞ് കഴിച്ചു എന്ന് പറയും. എന്നിട്ട് ആ ദിവസം ഉപവാസം, വീട്ടിൽ തനിച്ചിരുന്ന് ഉപവസിക്കുക. രണ്ടാമത്തെ ദിവസം ഉപവാസമായി. മൂന്നാമത്തെ ദിവസം ഉപവസിച്ചപ്പോ ഒരു ബ്രദർ, ഞാൻ ചർച്ചിൽ കൂടുന്ന ഒരു ബ്രദർ, ആ ബന്ധുവിന്റെ ആങ്ങളെ ബെന്നി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബെന്നി എന്നാ ഓഫീസിൽ ജോലി ചെയ്യുക, ഇവിടെ വേക്കൻസി ഉണ്ട്, ഇതാ മാനേജറിന്റെ നമ്പർ, ഒന്ന് വിളിച്ചു ചോദിക്കുക നാളെ എന്ന് പറഞ്ഞു. ഉപവാസം തീരുന്നതിന്റെ തേർഡ് ഡേ, 3 ദിവസത്തെ ഉപവാസം ഉള്ളൂ. അന്നൊക്കെ 3 ദിവസം ചെയ്യാനുള്ളത് അറിയത്തുള്ളൂ. പിറ്റേന്ന് ഞാൻ വിളിച്ചു, മാനേജറെ വിളിച്ചപ്പോ പറഞ്ഞു 11 മണിയാകുമ്പോ ഓഫീസിൽ വാ, റൂട്ടെല്ലാം പുള്ളി തന്നെ പറഞ്ഞു തന്നു, ഇതാണ് റൂട്ട്, ഇവിടെ ഇറങ്ങണം, അടുത്ത ബസ്, അടുത്ത റിക്ഷ എടുത്ത് ഇന്ന വീട്ടിൽ വരിക. ആ വീടിന്റെ മണ്ടയ്ക്ക്, വീട്ടിലായിരുന്നു ഓഫീസ്, DDA ഒരു ഡിഷ് TV ഉണ്ട്, അവിടെ വരിക. അപ്പൊ ഈ ബ്രദർ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അവര് ഇംഗ്ലീഷും ഹിന്ദിയും ടൈപ്പും ഓറലും റിട്ടേൺ ടെസ്റ്റും ഒക്കെ എടുത്തു. വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഇന്റർനാഷണൽ NGO ആണ്. എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു ലെവൽ ഇന്റർവ്യൂ കഴിഞ്ഞു. അടുത്ത ഒരു ലെവൽ അതിന്റെ ബ്രാഞ്ച് ഓഫീസിലുണ്ട്. ഡോക്ടർ ദത്ത അന്ന് ബ്രാഞ്ച് മാനേജർ ആയിരുന്നു. അവിടെ ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പേപ്പേഴ്സ് എല്ലാം ചെന്നൈക്ക് അയക്കും. ചെന്നൈയാണ് ഹെഡ് ഓഫീസ്. അവിടെ അയക്കും. അവർ ഓക്കെ ആണെങ്കിൽ ക്രിസ്ത്യൻ ജോലി ചെയ്യാം. അത് മാർച്ച് ആയിരുന്നു, 1995 മാർച്ചിൽ. അപ്പൊ ഞാൻ വിട്ടുപോകുന്നതല്ല, ഇതുപോലൊക്കെ ഉള്ളെന്നുള്ള രീതി ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ അവരെന്നെ വിളിച്ചു. 95 ഏപ്രിൽ 1 എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. എന്നോട് ചോദിച്ചു എത്ര രൂപ ശമ്പളം വേണം. ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ ആവശ്യത്തിനുള്ളത് പോക്കറ്റ് മണി മതിയെന്ന്. 500 രൂപ മതിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പോരാ. അവരോട് പറഞ്ഞു 2000 രൂപ. അന്ന് 1995 2000 പറഞ്ഞു അത് മതി, ധാരാളം. ഞാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു, ആങ്ങളെ അറിയൂ, എന്തായാലും ഞാൻ ഈ ചർച്ചിൽ പോകുന്നതും പ്രാർത്ഥനയും ബാപ്റ്റിസം ഒക്കെ ആങ്ങളെ അറിഞ്ഞാൽ ഒന്നി എന്നെ പറഞ്ഞു വിടും പുറത്ത്, അല്ലെ ആങ്ങളെ പുറത്തു പോകും, അടിക്കും ഇടിക്കും, ബഹളമാകും, എന്തെങ്കിലും ഒരു സീരിയസ് സംഭവം നടക്കും. അപ്പൊ എനിക്ക് തനിയാ റൂം റെന്റും കൊടുത്ത് എന്റെ ആവശ്യങ്ങൾക്കുള്ള പണം വേണം. അതുവരെ വേണമെന്ന് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞു. അവിടെ കയറി, ജോലിക്ക് കയറി. അന്ന് 1000 രൂപ വാടകയും തോന്നുന്നു. ജോലിക്ക് കയറി 2000 ലെറ്റർ കൈ കിട്ടിയപ്പോ 2600 ഉണ്ട്. ഞാൻ വളരെ ഹാപ്പിയായി. അത് കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോ എന്നെ അവര് പെർമനന്റ് ആക്കി. അപ്പൊ എന്റെ ശമ്പളം 3500 ആയി. വളരെ ഹാപ്പിയായി. അപ്പൊ ദൈവം എന്തോ എന്നെ ചെയ്യുന്നു. ആഗസ്റ്റ് 15 95 കയറി 96 ആഗസ്റ്റ് 15 അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ആങ്ങളെ അറിഞ്ഞു. ഞാൻ എന്റെ ഒരു അടുത്ത ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശ്രീദേവിയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തടിയെന്ന്. അവള് കരയാൻ തുടങ്ങി. നിന്നെ അവൻ എന്തോ ചെയ്യോടി, അടിക്കുവടി ഇടിക്കുവടി, എന്നെ വീട്ടിൽ പറഞ്ഞു വിടുവടി, നിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുവടി, നീ എന്തോ ചെയ്ത്, നീ എന്തായി കാണിച്ചേ, നീ അച്ചിപ്പോയാ പോരാ, നീ എന്തിനാ സ്ഥാനപ്പെടാൻ പോയ എന്നെ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ദൈവം എല്ലാം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു. അവള് നാട്ടിൽ പോയപ്പോ വീട്ടിൽ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ട് വരുന്നു ആങ്ങളയ്ക്ക് ശീഘ്രമായിട്ട്, നീ അവളെ നിയന്ത്രിച്ചില്ല, നീ അവളെ നോക്കിയില്ല, നീ അവളെ കെയർ ചെയ്തില്ല, അവൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി, നീ എന്ത് ചെയ്ത്, നീ അവിടെ ഉത്തരവാദിത്വം എടുത്തില്ലെന്ന് പറഞ്ഞ ആങ്ങളയ്ക്കൊരു ഭയങ്കര നീണ്ട ലെറ്റർ വന്നു. ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോ എന്റെ മുഖത്തോട്ട് ആ ലെറ്റർ എടുത്തൊരേറെ, നിന്നെ ഇതിവിടെ പട്ടിണിയായിരുന്നു, ഇതിന്റെ ആവശ്യത്തിനൊന്നും ഇല്ലായിരുന്നോ, നീ എന്തിന് ഇതൊക്കെ പോയെ, നീ എന്തിന് ഇങ്ങനെ പോയി, എന്ത് നാണം കിട്ടും, എന്റെ മൂക്ക് കട്ട് ചെയ്തു, ഇനി ഞാൻ നാട്ടിൽ പോകത്തില്ല, ഞാൻ അന്ന് പുള്ളിയുടെ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കത്തില്ല, എവിടെങ്കിലും വനത്തിൽ പോയി ഞാൻ സന്യാസി ആയിക്കോളാം, നീ അങ്ങ് ജീവിച്ചോ, നീ പൊയ്ക്കോ എന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് പുള്ളിയെ ഞാൻ വെക്കുന്ന ഭക്ഷണം കഴിക്കത്തില്ല, ഞാൻ കൊടുക്കുന്ന ചായ കുടിക്കത്തില്ല, എന്നോട് സംസാരിക്കത്തില്ല, വളരെ ശത്രുവിനെ പോലെ എന്നോട് പെരുമാറാൻ തുടങ്ങി. പക്ഷെ അടിയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, മിണ്ടത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, ഒന്നും കഴിക്കത്തുമില്ല, കുടിക്കത്തുമില്ല. ഞാൻ ഓഫീസിൽ പോകും വരും. ആഗസ്റ്റ് 14 ഞാൻ വീട്ടിൽ വന്നപ്പോ ഉണ്ട് എന്റെ റൂമിൽ ഞാൻ കിടക്കുന്ന കട്ടില് മാത്രമുണ്ട്, ബാക്കിയെല്ലാം കാലിയാണ്. തീർത്ത് പറ്റി കള്ളം കയറി എന്റെ കട്ടിൽ എന്താ കൊണ്ടുപോകാൻ, ഒരു സാധനവും വീട്ടിലില്ല. അപ്പൊ മക്കാൻ മാലിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഹരിയാന ആന്റിയാണ്, എന്നെ വന്ന് കെട്ടിപ്പിടിച്ച കരഞ്ഞിട്ട് പറഞ്ഞു, അവൻ അങ്ങ് പോയി അവന്റെ സാധനം എടുത്തിട്ട് തൂനെ തറം പരിവർത്തൻ കിയാ കറക്കെ ഉസ്നെ പോലെ അമ്മനെ അങ്ങനെ മതപരിവർത്തനം ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു അവിടെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ പറയുന്നവന്റെ കഴുത്തി അങ്ങ് കണ്ടിക്കുമെന്ന് പറഞ്ഞു. ആങ്ങള് ഇവ മതപരിവർത്തനം ചെയ്തു, അങ്ങനെ ഇനി അവൻ വരത്തില്ലെന്ന് പറഞ്ഞു, പോയടി എന്ന് പറഞ്ഞു. എനിക്കങ്ങ് ഞാനോർത്ത്, ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയില് ആരുമില്ല, ബന്ധുക്കളും ഇല്ല, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. പക്ഷെ
കുറച്ച് വിഷമം വന്നു, കരഞ്ഞു. അപ്പൊ എന്റെ വേറെ ഫ്രണ്ട് അപ്പുറത്തുണ്ടായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു, എന്തോടി നീ ഇങ്ങനെ ചെയ്ത്, നീ തെറ്റല്ലയോ ചെയ്ത്, നീ അങ്ങനെ ചെയ്തിട്ടല്ലയോ അവൻ കളഞ്ഞിട്ട് പോയതെന്ന് പറഞ്ഞ് എന്നെ കുറെ ശകാരിച്ചിട്ട് അവരും പോയി. ഞാൻ അങ്ങനെ കുറെ കരഞ്ഞ് ഞാനങ്ങ് ഉറങ്ങിയ രാത്രിയില് ഒരു 2 മണിക്കടുത്ത് ഞാനൊരു ശബ്ദം ചെവിയിൽ കേട്ടു. ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോ ലൈറ്റ് എല്ലാം കത്തിക്കിടക്കുക റൂമില്, ആരുമില്ല. അപ്പൊ എന്റെ അകത്ത് നല്ല ബലം, ഒരു സ്ട്രെങ്ത് ഇങ്ങനെ വരികയാണ്. നല്ല ഒരു ഹോപ്പ്, ഒരു പ്രത്യാശയും ഒരു ബലവും വന്നിട്ട് നല്ല ധൈര്യം കൊണ്ട് എന്നെ അങ്ങ് നിറച്ചു. ഞാൻ തന്നെയുള്ളൂ, അവന് ദൈവം കൂടുണ്ട്. 97 വരെ ഞാൻ തന്നെയായിരുന്നു. അപ്പൊ 97 ഒരു ലെറ്റർ വന്നു നാട്ടിൽ നിന്ന്. അച്ഛൻ വീണ് കാലൊടിഞ്ഞ്, നിന്നെ കാണുമെന്ന് പറഞ്ഞു, പെട്ടെന്ന് വരണമെന്ന്. അതവിടെ കളിയായിരുന്നു. പെട്ടെന്ന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിൽ ചെന്നു. അച്ഛനുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. അച്ഛനും മൂത്ത ചേട്ടനും സിസ്റ്ററും അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അവരെന്നെ നാട്ടിൽ ചെല്ലത്തില്ലെന്ന് അവർ പേടിച്ചു പോയി. ഞാൻ ഇനി ചെല്ലുകയില്ല. അങ്ങനെ വിളിച്ചു, വീട്ടിൽ ചെന്നു. എല്ലാവരും അങ്ങ് തുടങ്ങി, ഓരോരുത്തർ 1 by 1. മൂത്ത ചേട്ടൻ, ചേച്ചി, അമ്മ, അച്ഛൻ, എന്ത് ചെയ്തു നീ എന്ത് ചെയ്തു, നീ ഇതെന്തിന് ചെയ്തെന്നും പറഞ്ഞു. അപ്പൊ എന്നോട് തന്നെ തിരിച്ചു വിടത്തില്ലായിരിക്കുന്നു. അപ്പൊ ഇവിടെ ചർച്ചുകാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തിരിച്ചു വരാൻ. അപ്പം അവന്റെ അടുത്ത വീട്ടിലെ 2-3 മക്കളുണ്ട്. അവര് +2 ഒക്കെ കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതിരിക്കുക, നാട്ടിലെന്ത് ജോലി ചെയ്യാൻ. ഞങ്ങളുടെ ഒരു അടുത്ത കുടുംബമാണ്. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് ആ പിള്ളേരെ കൊണ്ടുപോയി ഒന്ന് രക്ഷപ്പെടുത്താമെങ്കിൽ ഒരു നല്ല കാര്യമാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ടിക്കറ്റ് ബുക്ക് ചെയ്യും, അപ്പൊ എനിക്ക് പോരാല്ലോ. മായ ടിക്കറ്റ് ബുക്ക് ചെയ്യും, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ വകുപ്പില് അവരെന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടു. ആ കൊച്ചിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജോലി കൊടുത്തു. പിന്നെ അവിടെ അനിയത്തിയെ കൊണ്ടുവന്നു, അവിടെ ആങ്ങളെ കൊണ്ടുവന്നു, എല്ലാവർക്കും ജോലിയായി, ഇവിടെ വിവാഹമായി. അങ്ങനെ ആ കുടുംബം രക്ഷപ്പെട്ടു. ഞാനിവിടെ വന്നു. ഞാൻ നാട്ടിൽ പോയെന്ന് അറിഞ്ഞോണ്ട് ആങ്ങളെയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത്, എനിക്കൊന്ന് ഒത്തിരി നീളി പോകുന്നെന്ന്. നാട്ടിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനും വരുന്നുണ്ട് നാട്ടിലെന്നും പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ ഡേറ്റ്, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴാണ് പുള്ളി അവിടെ ഇറങ്ങിയത്. ഞങ്ങൾ തമ്മിൽ കണ്ടില്ല. എന്നിട്ട് പുള്ളി അവിടെ തിരിച്ച് നേരെ എന്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നു, ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ നിന്റെ കൂടെ താമസിക്കുമെന്ന്. അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ അപ്പോഴത്തെ എല്ലാ വ്യാഴാഴ്ചയും വീട്ടിൽ മീറ്റിംഗ് തുടങ്ങി. ഞാൻ എന്റെ റൂമിൽ പ്രാർത്ഥന വെച്ചു, എല്ലാ പെർമനന്റ്. പിന്നെ ചർച്ചുകാർ വരും, എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേ അടുത്ത സ്ഥലത്ത് പോകും മീറ്റിങ്ങിന്, ഈവനിങ് മീറ്റിങ്ങിനുണ്ട്, നൈറ്റ് താരിഖ് മീറ്റിങ്ങിനുണ്ട്, അതിനെല്ലാം പോകണം, സൺഡേ പോകണം. അപ്പൊ ആങ്ങളെ കൂടെ വന്നാൽ അത് പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ കൂടെ താമസിക്കണ്ട, അടുത്തെങ്ങാനും താമസിച്ചാൽ മതി. അപ്പൊ പിന്നെ മകാൻ മാലിക് പറഞ്ഞു, ഒരു വീട്ടിൽ തന്നെ 2 ഫ്രിഡ്ജ്, 2 TV, രണ്ടെല്ലാം കൂടെ വെച്ചാൽ കറണ്ട് ചാർജ് ഒത്തിരി ആവുമെന്ന് പറഞ്ഞ് പുള്ളിയോട് പറഞ്ഞു, ഞങ്ങൾ നിനക്ക് വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അടുത്ത ഇച്ചിരി ദൂരെ ഒരു വീട് കാണിച്ചു കൊടുത്ത് പുള്ളി അങ്ങോട്ട് പോയി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പുള്ളിയുടെ വിവാഹം ആദ്യം നടക്കണം. ഞാൻ നിമിത്തം പുള്ളിക്ക് ഒരു ദോഷം ഉണ്ടാകരുത്. 99 പുള്ളിയുടെ വിവാഹം നടന്നു. അത് കഴിഞ്ഞു. 2000 എന്റെ വിവാഹം കഴിഞ്ഞു. അതും വലിയ ഒരു അത്ഭുതമാണ്. ജോലിയിൽ നല്ല രീതിയിൽ ദൈവം, ഞാൻ പറഞ്ഞ പോലെ എല്ലാം ജോലിയിൽ PF ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, എല്ലാം ബോൺ അഗൈൻ ക്രിസ്ത്യൻ, ഒറ്റ ഒരാൾ പോലും ഇല്ല മറ്റു തരത്തിലുള്ളത്. എല്ലാം നല്ല പ്രാർത്ഥിക്കുന്ന, ബൈബിൾ ജ്ഞാനമുള്ള നല്ല ഫെലോഷിപ്പ്. രാവിലെ 1 മണിക്കൂർ പ്രാർത്ഥനയാണ് 9 to 10 ഓഫീസിൽ. അത് കഴിഞ്ഞേ വർക്കിൽ പ്രവേശിക്കത്തുള്ളൂ. എല്ലാ മാസത്തിന്റെയും ഫസ്റ്റ് ഡേ ഉപവാസ പ്രാർത്ഥനയാണ്. ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ച് എഴുതി വെച്ചോ അതുപോലെ ഓഫീസ് ദൈവം എനിക്ക് തന്നു. അവിടെ എല്ലാവർക്കും എന്നോട് ഭയങ്കര താല്പര്യം, എല്ലാം നല്ല രീതിയിൽ, നല്ല റെസ്പെക്ട്. അവിടെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിഞ്ഞ് 1 വർഷമായി 2 വർഷമായി കുട്ടികളില്ല. അമ്മായിയമ്മ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അമ്മായിമ്മ അപ്പ തൊട്ട് തുടങ്ങി, എന്റെ മോന് കുട്ടികൾ ഉണ്ടാവത്തില്ല. പറഞ്ഞു മാസത്തിനകത്ത് പ്രഗ്നന്റ് ആയില്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന മോനോട്. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പോയി ടെസ്റ്റ് ചെയ്തപ്പോ അവള് കൺസീവ് ആയി. പക്ഷെ സിസ്റ്റും വളരുകയാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ദൈവം കുട്ടിയെ തന്നെങ്കിൽ ദൈവം കുട്ടിയെ വളർത്തി അനുഗ്രഹമായിട്ട് നിനക്ക് തരുമെന്ന്. ആ ഒരു നല്ല പെൺകുട്ടിയെ പ്രസവിക്കുവാൻ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് അടുത്ത കുട്ടിയെ കൂടെ കൺസീവ് ചെയ്താൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം, അതിന് സിസ്റ്റം വളരുന്നുണ്ട്. പക്ഷെ പിന്നീട് അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല. ആ ഒരു കുട്ടിയേ ഉള്ളൂ. ഇത് ഫീൽഡും കൂടെ ഉള്ള വർക്കുള്ള ഒരു ഓഫീസാണ്. നമ്മളെ സ്പോൺസർഷിപ്പ് ഉണ്ട്. കുട്ടികളെ, സ്ലമ്മിലെ കുട്ടികളുടെ ഇടയിലുള്ള വർക്കാണ് വേൾഡ് വിഷന്റെ. അവരുടെ ഹെൽത്ത്, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ പേരൻസിന് അവയർനെസ്, അവർക്ക് എക്കണോമിക് ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്, ഫീൽഡിലാണ്. ഓഫീസും ഉണ്ട്, ഫീൽഡും ഉണ്ട്.
അപ്പൊ ഫീൽഡിലാണ് പോകുമ്പോ പലർക്കും പല രോഗങ്ങള്. ഞാൻ ചെല്ലുന്ന എല്ലാവർക്കും സന്തോഷമാണ്. ഒരു കുട്ടിക്കാണ് ഹാർട്ടിൽ 2 ഹോള്, എന്നിട്ട് അവിടെ നട്ടല് വളഞ്ഞിരിക്കുക. രേണുക എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി, അവള് ഭയങ്കര ക്ഷീണതയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവളെ ഹാർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഓപ്പറേഷൻ ചെയ്യിപ്പിച്ചു. ആ പെൺകുട്ടി നല്ല വളർച്ചയിലെത്തി. ഇപ്പൊ നല്ല ടീനേജ് ഗേളായിട്ട് മാറി. ഞാൻ ചെല്ലുമ്പോ അവര് പറയാം അവർക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ആ കൊച്ചിനെ പിടിച്ച് പ്രാർത്ഥിക്കും, കൈവച്ച് പ്രാർത്ഥിക്കും. പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഓഫീസിൽ പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തന്നു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ആണെങ്കിൽ മിഷൻ ഇന്ത്യ നാഗ്പൂരിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ്. ആദ്യം പുള്ളി സൗദിയിൽ പോയി, അത് കഴിഞ്ഞ് പുള്ളി കുവൈറ്റിൽ പോയി നല്ല രീതിയിൽ വചനവുമായിട്ട് നല്ല ഫ്രണ്ട്സ്, ചർച്ചിൽ നല്ല മെമ്പേഴ്സ് എല്ലാം പുള്ളിയെ ശരിക്ക് വിശ്വാസത്തിൽ ഉറപ്പിച്ചു, വചനത്തിൽ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടെയുള്ള ഒരു സഹോദരന്റെ സിസ്റ്റർ ഞങ്ങളുടെ ഇവിടെ ജനപുരി താമസിക്കുന്നുണ്ടായിരുന്നു. ആ സിസ്റ്ററിന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു ബ്രദർ ഉണ്ട്, ഹിന്ദുവിൽ നിന്ന് വന്നതാ, വിശ്വാസത്തിൽ വന്നതാ, ഒരു പെൺകുട്ടിയെ വേണമെന്ന്. പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞു, ഇവിടെ ഹിന്ദുവിൽ നിന്ന് വന്ന ഒരു സിസ്റ്റർ ഉണ്ട്, ലതയുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ പിന്നെ പാസ്റ്റർക്ക് ലെറ്റർ വന്നു, പാസ്റ്റർ ലെറ്റർ കറസ്പോണ്ടൻസ് ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ലീലാമാമയുണ്ട്, അവരെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ അമ്മാമയുടെ വീട്ടിലായിരുന്നു ഈ ചൊവ്വാഴ്ച പ്രേയർ നടക്കുന്നത്. ലീലാമാമയും വർഗീസ് അച്ചായനും. നമ്മുടെ മോള് ജൂലിയുണ്ട്, അവൾ എന്റെ ഫ്രണ്ട്, അവളിപ്പോ സൗദിയിലാണ്. ആ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. ആത്മീയ ഗുരു, എന്റെ മെന്റർ, എന്റെ ലോക്കൽ ഗാർഡിയനും അവരാണ് പിന്നെ ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഹസ്ബൻഡുമായിട്ട് ലെറ്റർ എഴുതുകയും ഫോട്ടോ വാങ്ങിക്കുകയും എല്ലാം ചെയ്തു. വന്ന് താമസിച്ചതും അവരുടെ വീട്ടിലാണ്. പുള്ളി കുവൈറ്റിൽ നിന്ന് വന്ന് അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് എന്റെ അടുത്ത് കാണാൻ വന്നത്. ഒരാഴ്ചക്കകത്ത് നിശ്ചയവും കഴിഞ്ഞു, ഒരാഴ്ചക്കകത്ത് കല്യാണവും കഴിഞ്ഞു. ഞങ്ങളുടെ 2 വീട്ടിൽ നിന്ന് ആരും വന്നില്ല. എല്ലാവർക്കും കാർഡ് അയച്ചു കൊടുത്തു. അവര് പറഞ്ഞു ഞങ്ങള് അമ്പലത്തിലാണെങ്കിൽ വരാം, ചർച്ചിൽ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആരും സഹകരിച്ചില്ല. കല്യാണത്തിന്റെ ചെലവ് ഞാൻ എടുത്തു, നിശ്ചയത്തിന്റെ ചെലവ് ഹസ്ബൻഡ് എടുത്തു. കല്യാണം ചർച്ച വെച്ച് നടത്തു. ഞങ്ങളൊരു 15 പാസ്റ്റർമാരെ എനിക്കറിയാവുന്ന ഡൽഹിയിൽ എന്നെ ആത്മീയമായി ഉയർത്തിയത്, തണല് തന്നവര്, വഹിച്ചവര്, പ്രാർത്ഥിച്ചവര്, അവരെ എല്ലാം വിളിച്ചു. ഒരു പാസ്റ്റർ സാങ്കുട്ടി FGCയിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ആണ് ഞങ്ങൾക്ക് പിന്നെ ഒരു പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്റർ ആയാനഗറിലുള്ള പുള്ളിയാണ് കല്യാണം നടത്തിയത്. വളരെ അനുഗ്രഹമായിട്ട് കല്യാണം നടന്നു. പക്ഷെ എന്റെ വീട്ടിൽ നിന്നോ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നോ ഒരാൾ പോലും അതിൽ സംബന്ധിച്ചില്ല. ഒരു 8 മാസം കഴിഞ്ഞ് പാസ്റ്റർ വീണ്ടും പോയി, ദോഹയ്ക്ക് പോയി. അതിനിടയ്ക്ക് ഞാൻ കൺസീവായി. അപ്പൊ ഞാൻ തന്നെ താമസിക്കുന്നത്. ഞാൻ ജോലിക്ക് പോകും, വരും, വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, ക്ഷീണമാണെങ്കിൽ കിടക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെ ഡെലിവറി ടൈം ആയപ്പോൾ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു, ടെസ്റ്റ് ഒക്കെ നടത്തുന്നു, അൾട്രാസൗണ്ട് ഒക്കെ എടുക്കുന്നു, എല്ലാം ഹസ്ബൻഡിനോട് പറയും. ഡോക്ടർക്ക് അറിയാം, ജനപുരി ഭഗത്ത് ഹോസ്പിറ്റലിലെ ഉപാസന ഭഗത്ത്, പുള്ളിക്കാർക്ക് അറിയാം ഞാൻ ഒറ്റയ്ക്കാ, ഞാൻ തനിച്ചേ ഉള്ളൂ. ഹോസ്പിറ്റലിലെ ഡെലിവറിക്ക് ഡേറ്റ് എന്നോട് പറഞ്ഞ ഒരു ഡേറ്റ് തന്നു, മാർച്ച് 13. പെയിൻ ആയില്ലേലും സിസ്റ്റർ വന്ന് അഡ്മിറ്റ് ആവണം. വീക്സ് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, കുട്ടിയെ ആര് വാങ്ങിക്കും? ഞാൻ പറഞ്ഞു, കുട്ടിയെ വാങ്ങിക്കാൻ ഞാൻ ആർക്കെങ്കിലും ഫോൺ ചെയ്യാം. അപ്പൊ ഞാൻ ഈ അമ്മാമയ്ക്ക് ഫോൺ ചെയ്തു. എന്റെ ലോക്കൽ ഗാർഡിയനാന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഞാൻ വചനത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച് അമ്മാമയ്ക്ക് അച്ചായനും കൂടെ ഹോസ്പിറ്റലിൽ വന്നു. അപ്പൊ അവര് പറഞ്ഞു ഓപ്പറേഷനാണ്, സിസേറിയനായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ സിസേറിയനെ എന്നെ OT-യിലോട്ട് കൊണ്ടുപോയി. 8 മണിക്ക് കൊണ്ടുപോയി. 8:30 കുട്ടിയെ എടുത്ത് ഇവർക്ക് അച്ചായനും അമ്മാമയും അപ്പോഴേ വന്നു. അവരുടെ മോള് നേഴ്സാണ്, മരുമോള് നേഴ്സാണ്, മോനും വന്നു. അവര് കുട്ടിയെ വെച്ചോണ്ടിരുന്നു. പിന്നെ എനിക്ക് എന്റെ BP എല്ലാം ഡൗൺ ആയി. ഞാൻ വീക്കായപ്പോ എന്നെ ICU കൊണ്ടുപോയി. 2 മണി കഴിഞ്ഞാണ് എന്നെ പുറത്ത് കൊണ്ടുവന്നത്. ആ കുട്ടി ജനിച്ചപ്പോ ആ കുട്ടിക്ക് കളർ ചേഞ്ച് ആയി. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞില്ല, പീഡിയാട്രീഷ്യനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആന്റിയോടും അങ്കിളിനോടും പറഞ്ഞു. ആ കുട്ടിയുടെ ബോഡി ബ്ലൂ ആയിരുന്നു. അപ്പൊ എന്തോ അതിന് ഹാർട്ട് പ്രോബ്ലം ഉണ്ട്. ഇവരെന്നോട് പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്കുമാണ്, സിസേറിയനുമാണ്, അതുകൊണ്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ എന്നോട് പറഞ്ഞില്ല. ആ കുട്ടി 13 ദിവസമായപ്പോ അതിനൊരു ലൂസ് മോഷൻ ഉണ്ടായി. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം പീഡിയാട്രീഷ്യനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കണം, ഇവനെ ആൻജിയോഗ്രാഫി ചെയ്യണം. ഞാൻ എന്തിനാ ആൻജിയോഗ്രാഫി ചെയ്യുന്നത്? കൊച്ചുകുട്ടിക്ക് ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറയുന്നത് കേട്ടാൽ മതി, കൊണ്ടുപോയി ആൻജിയോഗ്രാഫി ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോയി ആൻജിയോഗ്രാഫി ചെയ്തപ്പോ ആ കുട്ടിയുടെ പൾമിനറി വാൽവ് നാരോയാ. ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടി മൊത്തം ലങ്സിൽ പോകത്തില്ല, അത് തിരിച്ച് ബോഡിയിലേക്ക് വരും. അന്നേരം ആ ബോഡി ബ്ലൂ ആവും. ജനിച്ചപ്പോ അതിന്റെ ബോഡി ബ്ലൂ ആയി, പക്ഷെ പിന്നീട് ഒരിക്കലും ബ്ലൂ ആയില്ല. പക്ഷെ ആ കുട്ടി 5 മാസം 15 ദിവസം ഉള്ളപ്പോ ഒരു
അതിനൊരു ചെറിയ പനി വന്നു. ഹസ്ബൻഡ് അങ്ങ് പോയി. ഡെലിവറിക്ക് ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഡെലിവറി കഴിഞ്ഞ് ഈ അച്ചായനും അച്ചായന്റെ മോളും കൂടെ വന്ന് അവരായിരിക്കും ഹോസ്പിറ്റലിൽ ഇരുന്നത്. വീട്ടിൽ കൊണ്ടുവന്നത്, കുട്ടിയെ കൊണ്ടുവന്നത് അവരാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ അവന്റെ പൾമിനറി വാൽവ് നാരോ ആണ്. പൾമിനറി വാൽവ് നാരോ ആയതുകൊണ്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ലങ്സിലെത്തി പ്യൂരിഫൈ ആകാത്തതുകൊണ്ട് ബോഡിയിൽ സ്പ്രെഡ് ആകുക. അതാണ് ബ്ലൂ ആകാൻ കാരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോ പറഞ്ഞു, ഇപ്പൊ ഓപ്പറേഷൻ പറ്റത്തില്ല, 2 വയസ്സായിട്ട് ഓപ്പറേഷൻ പറ്റത്തുള്ളൂ. അത് താഴെ കൂടെ ആൻജിയോഗ്രാഫി ചെയ്യുന്ന പോലെ ഇട്ട് വാൽവിന്റെ അവിടെ വന്ന് പമ്പ് ചെയ്ത് അതിനെ എക്സ്പാൻഡ് ആക്കണം. അത് ആ കുട്ടിക്ക് 2 വയസ്സെങ്കിലും പ്രായം വേണം. അപ്പൊ വീട്ടിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു 5 മാസം 15 ദിവസമായപ്പോ അവൻ ആ പനി വന്ന് അത് കഴിഞ്ഞ് അവനന്ന് ബോഡി ബ്ലൂ ആയിട്ട് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം ഡോക്ടർ പറഞ്ഞു, നേരത്തെ എന്താ കൊണ്ടുവരാഞ്ഞെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ എടുത്തോണ്ട് അതിനെ ദീൻദയാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവരാവുന്ന ശ്രമിച്ചു മരുന്ന് കയറ്റാൻ. ഈ നെറ്റിയുടെ അവിടുത്തെ ഞരമ്പ് മുറിച്ചു, കൈയുടെ അവിടുത്തെ ഞരമ്പ് മുറിച്ചു, പലതരത്തിൽ അവര് ശരിക്കും ശ്രമിച്ചു കുട്ടിയുടെ അകത്ത് അല്പം മരുന്ന് കയറ്റാൻ. പക്ഷെ അപ്പോഴത്തേക്കും അവൻ മരിച്ചു കഴിഞ്ഞു. കുട്ടി മരിച്ചു. ഡോക്ടറെ അടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, അവസാനമായിട്ടൊന്ന് പിടിച്ചോ, ഇത് കഴിഞ്ഞിട്ട് എന്താ. അപ്പൊ ഹസ്ബൻഡ് പുറത്താണ്, മോർച്ചറി വെക്കേണ്ടി വരും. ഹസ്ബൻഡ് ഖത്തറില. ഹസ്ബൻഡ് കുട്ടിയെ കണ്ടിട്ടില്ല. ഞാനിപ്പോ ചർച്ചിലുള്ള എല്ലാ ഫ്രണ്ട്സ്, അവര് ചർച്ചുകാരെല്ലാം ഫോൺ വിളിച്ച് ഞാൻ നമ്പർ കൊടുത്തു. എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടുകാർക്കെല്ലാം പറയാൻ തുടങ്ങി. 4 ദിവസം മോർച്ചറി വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തെ ഓഫീസിൽ എല്ലാവരും എന്റെ റൂമിലുണ്ട്, ചർച്ചുകാരും എന്റെ റൂമിലുണ്ട്, എനിക്ക് ചുറ്റിന് വിരിക്കുക. 4-ാം ദിവസം ഹസ്ബൻഡ് വന്നു. നാട്ടിൽ വിളിച്ചു പറഞ്ഞു കുട്ടി ഇങ്ങനെ മരിച്ചു പോയത്. ആരും വന്നില്ല. നാട്ടിൽ ഹസ്ബൻഡിന് 5 സഹോദരന്മാരാണ്. 2ാമത്തെയാണ് ഹസ്ബൻഡ്. എല്ലാവരും വീട്ടിലുണ്ട്, ആരും വന്നില്ല. എന്റെ വീട്ടിലുണ്ട്, ആരും വന്നില്ല. എന്റെ വീട്ടിൽ ആങ്ങളയുണ്ട്. ഈ ആങ്ങള എന്നെ വിട്ടുപോയ ആങ്ങള ഭാര്യയുണ്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരെ. അവരും വന്നില്ല. ദൈവവും പിന്നെ ഓഫീസുകാരും ചർച്ചുകാരും, അല്ലാതെ ആരുമില്ല. എന്റെ ഓഫീസിലുള്ളവരും എന്റെ വീട്ടിൽ ചർച്ചിലുള്ളവരും മാത്രം എന്റെ ചുറ്റിനും ഇരുന്നു. ഹസ്ബൻഡ് 4-ാം ദിവസം വന്നു. മോർച്ചറിന്ന് ബോഡി എടുത്ത് പെട്ടി കൊണ്ടുവന്ന് കൈ വെച്ചപ്പോഴേ ഞെട്ടിപ്പോയി. ഐസായിട്ടിരിക്കുന്ന കുട്ടി കൈ വെച്ചപ്പോഴേ ഞാൻ വല്ലാതായി. സംഭവങ്ങൾ ഒരുപാട് ജീവിതത്തിൽ നടന്നു. ദൈവം കരുണ ചെയ്തത് കൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് 2 കുട്ടികൾ വേണം, ഒരു ആണും ഒരു പെണ്ണും. ഞാൻ പറഞ്ഞ ഒരാണും വേണം, ഒരു പെണ്ണും വേണം. പ്രാർത്ഥിച്ചു. ആദ്യത്തെ കുട്ടി പോയി. 2ാമത്തെ കുട്ടി കൺസീവായി. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിന് ഫീറ്റൽ ആൻജിയോഗ്രാഫി ചെയ്യണമെന്ന്. ഗർഭത്തിലുള്ളപ്പോഴേ ഈ കുട്ടിയുടെ ഹാർട്ടിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഈ കുട്ടിയെ ദൈവം തന്നതാ. അവർക്കറിയാം ഞാൻ ക്രിസ്ത്യൻ ആണെന്നും പ്രാർത്ഥിക്കുന്നതാണെന്നും. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കുട്ടിക്ക് എന്തെങ്കിലും അനോമാലി ഉണ്ടെങ്കിൽ ചികിത്സയുണ്ടോ? ഇല്ല, അത് നമുക്ക് കെയർ ആയിട്ട് ചെയ്യാം, കെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഡെലിവറി ടൈമില് പോഷനായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ അത്രയും പ്രഗ്നൻസി ടൈമിൽ ഞാൻ ടെൻഷൻ എടുക്കണ്ടേ, കുട്ടിക്ക് ഇതുണ്ട്, ആ അസുഖമുണ്ട്, ഈ സുഖമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല, കുട്ടി നന്നായിട്ട് വരും. ഒരു പെൺകുട്ടി ജനിച്ചു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയായി. 6 മാസമായപ്പോ ഒരു ദിവസം പെട്ടെന്ന് അവള് ഞെട്ടിയും കരഞ്ഞു. അവിടെ ബോഡി അങ്ങ് പോയി. ഞാൻ ഓർത്തു എന്താ മൂവായത് പോലെ അങ്ങ് സ്റ്റക്കായി, വടി പോലായി അവിടെ ശരീരം, ഒരു വിറവ് കഷ്ണം പോലെ. പെട്ടെന്ന് എന്തോ ചെയ്യുന്ന, കരച്ചിലുമില്ല, ബോഡി അങ്ങ് സ്റ്റീഫായിട്ടിരിക്കുക. ഒറ്റ കരച്ചിൽ, ഇങ്ങനെ ജിദ്ദി നിർബന്ധമായിട്ട് കരയുമ്പോ അവിടെ സംഭവിച്ചതാണ്. എന്തോ ചെയ്യുന്ന അടുത്തൊരു നേഴ്സും ഉണ്ടായിരുന്നു, അവിടെ ഹസ്ബൻഡ്. പുള്ളിക്കാരൻ ഇങ്ങോട്ടെടുത്ത് കാലെ പിടിച്ച് താഴെ വെച്ച് പുറത്ത് 2-3 അടി കൊടുത്തപ്പോ കീന്ന് ശബ്ദം വന്ന് കരച്ചിൽ പുറത്തു വന്നു, നോർമലായി. അങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. അപ്പൊ ഞാൻ ഓർത്തു ദൈവമേ എനിക്ക് കുട്ടികളുടെ അനുഗ്രഹം ഇല്ല. ആദ്യത്തെ കുട്ടിയെ നീ വിളിച്ചു, 2ാമത്തെ കുട്ടിയെ ഇങ്ങനെ തന്നു. ഇത് ഇങ്ങനെ എത്ര നാൾ ഇങ്ങനെ പോകും? ഇങ്ങനെ ബ്ലൂ ആവുക, സ്റ്റിഫ് ആവുക, ശ്വാസം വന്നില്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോവും. ഇങ്ങനെ എന്തിനാ എനിക്ക് കുട്ടിയെ തന്നില്ലെങ്കിൽ തന്നില്ലെന്നേ ഉള്ളൂ. തന്ന കുട്ടികളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ? ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. അതോ കരച്ചില്, മുളങ്ങ് കരച്ചില്ല, പെൺകുട്ടിയും കരയുക. എന്താ പ്രശ്നം 2 വയസ്സ് വരെ അതായിരുന്നു സ്ഥിതി. പിന്നീട് അവർക്ക് ഒരു കുഴപ്പവും വന്നിട്ട് ഞങ്ങൾ ഒരുപാട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു. അന്നൊക്കെ എന്നും ഉപവാസം, കുഞ്ഞുങ്ങളെ പ്രതി ഉപവാസം, എല്ലാം മിനിസ്ട്രി. അപ്പോഴത്തെ ഹസ്ബൻഡ് അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്തിട്ട് ഇങ്ങ് വന്നു ഗോഹയെന്ന്. ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല, ദൈവവേല ചെയ്യുക എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര വിഷമമായി. ആദ്യത്തെ കുട്ടി മരിച്ചപ്പോഴേ ഭയങ്കര വിഷമമായി. ദൈവം എന്നെ ശിക്ഷിച്ചതാ, ദൈവവിളി ഉള്ളതാ, ദൈവവിളി
അനുസരിക്കാഞ്ഞുകൊണ്ട് ദൈവം ശിക്ഷിച്ചതാണെന്നുള്ള ഒരു പുള്ളിയുടെ നിഗമനത്തില് പുള്ളിക്ക് പോകുന്നു, ജോലി വിട്ടിട്ടേക്ക് പോകുന്നു. അവര് പറഞ്ഞു ഫാമിലി വിസ കിട്ടിയതാ. പുള്ളി പറഞ്ഞു ഇനിയും നിൽക്കുന്നില്ല, ഇനി എനിക്ക് ജോലി വേണ്ട, ഞാൻ ഈ ദൈവത്തെ സേവിച്ചോളാമെന്ന് പറഞ്ഞു വന്നു. പിന്നെ വന്ന് ബൈബിൾ കോളേജിൽ ചേർന്നു. 2005 ആയപ്പോ ബൈബിൾ കോളേജിൽ ചേർന്നു. പിന്നെ ഒരു മോനുണ്ടായി. മോന് ഒരു കുഴപ്പമില്ലാതെ ജനിച്ചു, വളർന്നു. അവനൊരു 35 ദിവസമായപ്പോ ഉണ്ട് ഒരു ഫിക്സ്. എന്റെ കയ്യിലിരിക്കുക, പെട്ടെന്ന് പെടലി തിരിഞ്ഞു പോകുന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ ചെടിയൊക്കെ നോക്കുമായിരിക്കും. അതുപോലെ ഞാൻ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഫിക്സ് പെടുകയാണ്, എപ്പിലെപ്സി. അയ്യോ, അതെന്നെ കൂടുതൽ ഞെട്ടിച്ചു. ICUയിൽ 3 ദിവസം 4 ദിവസം കിടന്നു. അവിടെ 4 ദിവസം കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവവേലയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പൈതലിനെ, നിന്റെ വേലയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു. ഈ പൈതൽ ഇനി ഇന്നല്ലാതെ ഇത് കഴിഞ്ഞ് ഇനി ഒരു പ്രാവശ്യം പോലും ഇതിന്റെ ലക്ഷണം പോലും കണ്ടുപോകരുതെന്ന് ശാസിച്ചു പ്രാർത്ഥിച്ചു. അവിടെ നടന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കും. ICUയിൽ ഇവനെ എടുത്തോണ്ട് ആൾക്കാരെല്ലാം എന്നെ നോക്കുക, നേഴ്സും ഡോക്ടറും എല്ലാം എന്നെ നോക്കുക, അടുത്തുള്ള പേഷ്യന്റിനെ നോക്കുക. ഞാൻ ആരെയും ശ്രദ്ധിക്കാൻ പോയില്ല. ഞാൻ പൈതലിനെ എടുത്ത് അതിനകത്തൂടെ നടന്ന് പ്രാർത്ഥിക്കുക. ഇതായിരുന്നു എന്റെ ജോലി. ഡോക്ടർ എന്നോട് പറഞ്ഞു ഫിക്സ് ആണോ അല്ലയോ എന്ന് അറിയാൻ നട്ടലിന്റെ ഫ്ലൂയിഡ് എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഈ കുഞ്ഞിനെ നട്ടല് കുത്തി കിഴിക്കാവുന്ന വേണ്ട. അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്കറിയാവല്ലോ ഫസ്റ്റ് ബേബിയുടെ കാര്യം, ഞാനാ എടുക്കുന്നത്, നേഴ്സിനെ കൊണ്ട് എടുപ്പിക്കത്തില്ല, ഞാൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് തരാം, ഇല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഞാൻ മെനിഞ്ചൈറ്റിസ് ആണെന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കും. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, ഞാനങ്ങ് സമ്മതിക്കേണ്ടി വന്നു. ഡോക്ടർ തന്നെ എടുത്തോണ്ട് പോയി ഇൻജെക്ട് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് വന്നു, മെനിഞ്ചൈറ്റിസ് അല്ല അവിടെ എന്ന് സ്ഥിരീകരിച്ചു. പിന്നെ ഫിറ്റ്സും അല്ല. അത് ആ ഡോക്ടർ പിന്നെ എന്നോട് പറഞ്ഞു ഇവന് ടെമ്പറേച്ചർ കൂടിയാൽ ഫിറ്റ്സ് വരും, പിന്നെ ഇനിയുള്ള വാക്സിനേഷൻ ഉണ്ട്, DPT ഒക്കെ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ വരും, അപ്പൊ ഇത് വരാൻ സാധ്യതയുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അവൻ ഒരു വാക്സിനേഷനും കൊടുത്തില്ല. ആ കൊടുത്ത വാക്സിൻ DPTയുടെ ഫസ്റ്റ് സ്ലോട്ട് കൊടുത്തു, TBയുടെ ആദ്യത്തെ കൊടുത്തു, പിന്നെ പോളിയോ കൊടുത്തു. പിന്നെ പോളിയോ മാത്രമേ പിടിപ്പിച്ചിട്ടുള്ളൂ, പിന്നെ ഒരു വാക്സിനേഷനും കൊടുത്തില്ല. 21 വയസ്സ് കഴിഞ്ഞു. ദൈവത്തിന്റെ വലിയ അത്ഭുതമായിട്ട് ചെറുപ്രായം തൊട്ട് മ്യൂസിക്കിന്റെ ഭയങ്കര ഇൻട്രസ്റ്റാ. മസാല ഡിപ്പ എല്ലാം എടുത്തു വെച്ച് അടിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രിപ്ലറ്റ് വാങ്ങിച്ചു, കീബോർഡ് കൊടുത്തു, തബല കൊടുത്തു, ഡോളക്ക് കൊടുത്തു, എല്ലാ ഗിത്താർ വാങ്ങിച്ചു കൊടുത്തു. എല്ലാ ഇൻസ്ട്രുമെന്റും തനിയെ പഠിച്ചു വായിക്കും. ചർച്ചിൽ അവനാണ് വായിക്കുന്നത്. ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. മറ്റു ചർച്ചുകളിൽ ഡൽഹിയിൽ ഇപ്പൊ കൺവെൻഷൻ ഉണ്ടെങ്കിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ എല്ലാം അവനെയാണ് വിളിക്കുന്നത് കീബോർഡ് വായിക്കാൻ. ദൈവം അവനെ വളരെ അവന്റെയും സമർപ്പണം ദൈവവേലയാണ്, ഞങ്ങളുടെയും സമർപ്പണം ദൈവവേലയാണ്. സമയമാകുമ്പോൾ ദൈവം വിളിച്ച് വേർതിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ചിലെ എല്ലാ മീറ്റിങ്ങിലും അവനാണ്. ഈ 3 ദിവസം ഉപവാസമായിരുന്നു, അവനായിരുന്നു ഉപവാസം എല്ലാം ലീഡ് ചെയ്തതും ആരാധന ലീഡ് ചെയ്തതും എല്ലാം ദൈവം ഉപയോഗിക്കുന്നു. മോക്കാണെങ്കിലും ദൈവവിളിയാണ്, ദൈവ ശുശ്രൂഷയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു പാസ്റ്ററിന്റെ അവിടെ കെട്ടിച്ചു വിടുക. ഇങ്ങനെ കുടുംബം 2007 ഞങ്ങള് ചർച്ച ആരംഭിച്ചു. വാടകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2014 ആയപ്പോൾ ലോൺ എടുത്ത് ഒരു പ്ലോട്ട് വാങ്ങിച്ച് അതിൻ്റെ അകത്തൊരു ഹോള് പണിത് 2014 ആരാധന സ്വന്തം ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ അനേകര് വന്ന് പല രോഗികൾ, ആദ്യമെല്ലാം രോഗികളായിരുന്നു വരുന്നത്. പിന്നീട് ഒരു സമയമായപ്പം ഫാമിലി ഡിസ്പ്യൂട്ട് ഉള്ളവരാ വരുന്നത്. ഹസ്ബൻഡ് വൈഫ് കേസ്, മഹിളാ വിമൻ സെല്ലിലും കോർട്ടിലും അങ്ങനെയുള്ള കുടുംബങ്ങളായിരുന്നു വരുന്നത്. ആ കുടുംബങ്ങളെ എല്ലാം പ്രാർത്ഥിച്ച് യോജിപ്പിച്ചു. ഹസ്ബൻഡ് ഒരു നല്ല കൗൺസിലറാണ്. കുടുംബങ്ങളെ യോജിപ്പിക്കാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ യോജിപ്പിച്ചു. ഞങ്ങളുടെ ചർച്ചിലുള്ള തന്നെ കേസ് കൊടുത്ത കുടുംബങ്ങളുണ്ടായിരുന്നു, അവരെ യോജിപ്പിച്ചു. വീണ്ടും അവർക്ക് കുട്ടികളായി. പിന്നെ ഒരു സീസൺ ഉണ്ടായിരുന്നു, കുട്ടികളില്ലാത്ത കപ്പിള് വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചവർക്കും എല്ലാം കുട്ടികൾ കൊടുത്തു. എല്ലാം ഡൈവോഴ്സിന്റെ പക്കത്തിലായിരുന്നു, കുട്ടികളില്ല എന്ന് പറഞ്ഞ്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു കുടുംബം വന്നു, 8 വർഷമായി കല്യാണം കഴിച്ച് കുട്ടികളില്ല. അവളെ എല്ലാവരും കൂടെ അങ്ങ് നിന്ദ, ബാരൻ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നമായി. ചർച്ചിൽ പോയിട്ട് വന്ന കുട്ടികളില്ലാത്ത എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ചിൽ വരാൻ തുടങ്ങി. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു, ദൈവം പ്രവർത്തിച്ചു. ഇന്ന് 2 വയസ്സുള്ള ഒരു കുട്ടി അവക്കുണ്ട്. വേറൊരു ഹിന്ദു കുടുംബം വന്നു, കുട്ടികളില്ല, ഡൈവോഴ്സ് ചെയ്യാൻ അമ്മായിയമ്മ പറയും ഡൈവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ ഞങ്ങളുടെ അടുത്ത് വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവർക്ക് ഇരട്ട കുട്ടികളുണ്ടായി. ഇന്ന് അവര് സുഖമായിട്ട് കഴിയുന്നു. പക്ഷെ അവരൊന്നും ചർച്ച വരുന്നില്ല, പ്രാർത്ഥിച്ചു. വേറൊരു കുടുംബം, കുട്ടികള് ഭാര്യയും ഭർത്താവും കൂടെ ഒരു വീടിന്റെ 2 കോർണറിലുള്ള റൂമിലാണ് ഡൈവോഴ്സ് കേസ് കൊടുത്തിട്ട് താമസിക്കുന്ന പോർഷൻ. ഭർത്താവിന്റെ പോർഷൻ വേറെ, ഭാര്യയുടെ പോർഷൻ വേറെ. അവരുടെ അമ്മ ഞങ്ങളെ വിളിച്ചോണ്ട് പോയി പ്രാർത്ഥിപ്പിച്ച് 2 പേരും ഒന്നിച്ചായി, 2ാമത്തെ കുട്ടിയായി ഒന്നിച്ച് ഹാലിൽ ഒരു റൂമിൽ കഴിയാൻ ദൈവം അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ഏത് പ്രശ്നവുമായി ജനം കടന്നു വരുന്നോ പ്രാർത്ഥിച്ചു ദൈവം അവിടെ പ്രവർത്തിക്കുക. എല്ലാ വർഷവും ഞങ്ങൾ ഡിസംബർ 15 തൊട്ട് 20 വരെ 24 വരെ വെളിയിൽ ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തും.
വെളിയിൽ പോയി ചെറിയ ചെറിയ എല്ലാ കോളേജുകളിലും ഞങ്ങൾ ടെന്റ് വിരിച്ച് കസേരയിട്ട് സുവിശേഷം പറയും, പാടും, പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര് കടന്നു വരും, പ്രാർത്ഥിക്കും. അവിടെയുള്ള ആ സാക്ഷ്യം പിന്നെ അടുത്ത വർഷം ചെല്ലുമ്പോൾ ഞങ്ങളോട് ഒരുപാട് പേര് വന്ന് പറയും ഞങ്ങൾക്ക് അന്ന് സൗഖ്യമായി, ആ രോഗത്തിന് പ്രാർത്ഥിച്ചു, ആ പ്രശ്നത്തിന് പ്രാർത്ഥിച്ചു, സൗഖ്യം. അങ്ങനെ ദൈവം ആറ്റോക്കട്ടിന്റെ പ്രദേശത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, കുടുംബമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ദൈവം ആഗ്രഹിക്കുന്ന ബന്ധാവിലേക്ക് ഉയരുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഉയരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ വിശാലമായി തീരുവാൻ പല ആഗ്രഹങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ ആഗ്രഹമാണ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യണം, അവിടുന്ന് ടെലികാസ്റ്റ് ചെയ്യണം. ഹസ്ബൻഡിന്റെ വലിയ ആഗ്രഹമാണ് ഓൾഡ് ഏജ് നമുക്ക് ഈ വഴി കിടക്കുന്ന അനാഥരെ ആലയിൽ ശുശ്രൂഷിക്കണം. അങ്ങനെ പല ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. എല്ലാത്തിന്റെയും പിന്നിൽ സാമ്പത്തികമാണല്ലോ. ഇപ്പോൾ ഉള്ള ഒരു ചെറിയ ബിൽഡിംഗ് ആണ്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിന്റെ ചുറ്റിനുള്ളതൊക്കെ വാങ്ങിച്ച് അതിന്റെ അകത്തൊക്കെ നല്ല രീതിയിൽ ദൈവവേല ചെയ്യണം, ദൈവപ്രവൃത്തിക്കായി നടത്തണം. ഇങ്ങനെ പല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അങ്ങനെ ജാതികളിൽ നിന്ന് ഹാലിൽ ഞങ്ങളെ വിളിച്ചു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി ഞങ്ങളെ തീർത്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി കരയറ്റുന്നു. ദൈവമല്ലാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. ഞങ്ങളുടെ 2 കുടുംബത്തിൽ നിന്ന് ഇതുവരെ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ആർക്കും ഞങ്ങൾ പറഞ്ഞു, ഞാന് ദിവസം ഒരു 10 കുടുംബത്തിലേക്ക് വചനം അയക്കും. ഞങ്ങളുടെ ബന്ധുക്കളിൽ തന്നെ ഓരോ കോട്ട് അയക്കും. എന്റെ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞു, മൂത്ത ആങ്ങളെ എനിക്ക് ഞാൻ വിശ്വാസത്തിൽ വന്ന ദേഷ്യത്തിന് പുള്ളി എനിക്ക് ലെറ്റർ ഇട്ടു, നീ ഒരിക്കലും എന്റെ സഹോദരിയല്ല, ഞാൻ ഹിന്ദു, എന്റെ സഹോദരി ഹിന്ദു, ക്രിസ്ത്യൻ സഹോദരി എനിക്കും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് പറഞ്ഞ ഒരു വലിയ നീണ്ട ലെറ്റർ ഇട്ടു. അത് 2005 അടുത്താണ്. 2010 ആ സഹോദരൻ മരിച്ചു. ഞങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടില്ല, അതിനുമുമ്പ് കണ്ടിട്ടില്ല, വിശ്വാസി വന്നതിന് ശേഷം കണ്ടിട്ടില്ല. ആ വീട്ടിൽ ചെന്നപ്പോ കണ്ടതേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മൂത്ത മകള് ഡൽഹി വന്നു, 1 വർഷം ഇവിടെ ജോലിക്ക് വന്നു. ഞാൻ അവളെ ശരിക്കും വചനം പഠിപ്പിച്ചു. നമ്മുടെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് ശരിക്കും ബൈബിളുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിപ്പിച്ചു, വിശ്വസിപ്പിച്ചു, ബൈബിളുമായി അവളെ പറഞ്ഞു വിട്ടു. അവള് നല്ലപോലെ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. അവളിന്റെ സ്റ്റാഫ് നേഴ്സാണ്. അമൃത ഹോസ്പിറ്റലില് 8 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. പത്തനംതിട്ട അവൾക്ക് മുത്തൂറ്റ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. അവൾ കൊണ്ട് ബയോഡാറ്റ കൊടുത്തു, ഇന്റർവ്യൂ കൊടുത്തു. അവിടെ കൂടുതൽ ക്രിസ്ത്യൻസിന് പ്രിഫർ ചെയ്യുന്നു, അവൾക്ക് കിട്ടിയില്ല. എന്നോട് പറഞ്ഞു, അപ്പൊ എനിക്ക് മുത്തൂറ്റ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി നീ വിളിക്കട്ടെ, അവര് നിന്നെ വിളിച്ച് ജോലി വരുമെന്ന് പറഞ്ഞു. അതുപോലെ അവളെ വിളിച്ചു. അവൾ അവിടെ ജോലി ചെയ്യുന്നു. അവളെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് ദുബൈയിലാണ്, 2 കുട്ടികള്. അവളൊരു വീട് വെച്ചു. അവളുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേൾക്കുകയാണ്. അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും അവള് പറയാം, അപ്പേ ഒരു ഫ്രണ്ടിനെ പോലെ യേശു എന്റെ കൂടെ ഉണ്ട്. ഞാൻ പറയുന്നതെല്ലാം ഞാൻ അങ്ങനെ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിൽ ഞാൻ ഇത്രയും സമയം എനിക്ക് സാക്ഷീകരിക്കുവാൻ തന്ന ജോയിസ് ടിവിയോടും സിസ്റ്റർ ജോയിസിനോടും എന്റെ ദൈവനാമത്തിൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് സാക്ഷ്യമായി, അനേകർക്ക് അനുഗ്രഹമായി ചാനൽ ഇനിയും ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തെ ഞാൻ ഇവിടെ വിരമിപ്പിക്കുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു സിസ്റ്റർ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് തിരഞ്ഞെടുക്കുന്ന വഴികളെ കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നു. ഇനിയും ഡൽഹിയുടെ പ്രദേശത്ത് അനേകർക്ക് പ്രിയ സിസ്റ്ററും കുടുംബം ഒരു വലിയ ആശ്വാസവും യേശുക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് പിന്നെയും ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. Hallelujah, praise the Lord. We thank you Jesus, we praise you Father. Thank you Lord, thank you Jesus. Hallelujah. ദൈവമേ, ഈ ജോയിസ് ടിവി ചാനൽ അനേകർക്ക് അനുഗ്രഹമായി തീരണം. യേശുവിനെ അറിയാത്തവര്, അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവര്, മാറാരോഗത്തിൽ കഴിയുന്നവര്, പ്രശ്നത്തിൽ കഴിയുന്നവര്, ബന്ധനത്തിൽ കഴിയുന്നവര് ഈ യേശുവിനെ അറിയുവാൻ, യേശുവിലൂടെ വിടുതൽ അനുഭവിപ്പാൻ കർത്താവേ ഈ സാക്ഷികളെ നീ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആർക്കും മറഞ്ഞിരിക്കുന്ന ദൈവമല്ല. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ഈ സത്യദൈവത്തെ ആരാധിപ്പാൻ, ഈ സത്യപ്രകാശം അനേകരുടെ ഹൃദയങ്ങളിലേക്ക്
കടന്നു ചെല്ലുവാൻ അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഹാലയിലെ വചനം, ഹാലിലെ ജീവിതത്തിന്റെ മേലെ ഹാലിലെ യേശുവിന്റെ പ്രകാശം പതിപ്പിച്ച് അവരെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവെ ഈ ചാനൽ അധികമായി ഉപയോഗപ്പെടുവാൻ അടിയൻ അങ്ങ് ഹാലി ഈ ചാനലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരഞ്ജനങ്ങളില് ഇതിലും അധികമായി ഹല്ലേലൂയ അനേക ഹാലിൽ ഏരിയയില് കർത്താവെ ഇതൊരു അനുഗ്രഹ വിഷയമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.